ബാത്തിൽ ഏതാണെന്ന് അറിയാതെ നമ്മൾ പഠിച്ചവനെ എവിടെ പോയി വിശ്വസിക്കുക? എല്ലാവരും പറയുന്നില്ല, ഏത് ഉസ്താദിന്റെ അടുത്താ ശരിയുള്ളത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു കാലാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് സി എച്ച് ഹൈദറുസ് മുസ്ലിയാർ ഉസ്താദിന്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയും വിശിഷ്യ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ആ പന്ഥാവും ഹഖാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് ഉസ്താദിന്റെ ജീവിതം. വഫാത്തടക്കം അങ്ങനെയാണ്. ഒരു അള്ളാഹുവിന്റെ വലിയനെ സംബന്ധിച്ചിടത്തോളം മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളൊക്കെ പറയാറുള്ളത്, ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ കറാമത്തുൽ വലിയ ദീനുഹു. ഒരു വലിയ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കലല്ല, അതിലും വലിയ കറാമത്ത് അവരുടെ ദീനാണ്. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദിനെ കാണുന്നു. ഉസ്താദ് അള്ളാഹുവിന്റെ വലിയ എന്താ ഉസ്താദിന്റെ കറാമത്ത്? ഉസ്താദ് കൊണ്ടു നടക്കുന്ന ദീനാണ്. ഹൈദറുസ് മുസ്ലിയാർ അള്ളാഹു അവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഉസ്താദിനെ നമ്മളൊക്കെ അള്ളാഹു സ്വർഗത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹുവിന്റെ വലിയ എന്തുകൊണ്ടാണ് ഉസ്താദിന്റെ ജീവിതം ദീനായിരുന്നു. അങ്ങനെ ജീവിച്ച് വഫാത്തായ ഒരാൾക്ക് മഹാനായ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട വഫാത്തായ പോലെ നല്ല കലിമ ചൊല്ലി അന്തസ്സിൽ വഫാത്താകാൻ കഴിഞ്ഞു. അത് സാധിക്കൽ ഇസ്തിഖാമത്തിന്റെ അടയാളമാണ്. നേർവഴി ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമു. അല്ലാഹുവിലുള്ള തൗഹീദ് വിശ്വസിക്കുകയും നേർമാർഗത്തിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഭയപ്പെടേണ്ട എന്ന് മലക്കുകൾ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അവരെ മരിപ്പിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കലിമ ചൊല്ലി മരിച്ച അനുഭവം ഉസ്താദിന്റെ ഉസ്താദിന്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് പുതുപ്പറമ്പിലാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലന്റെ സൈഡ് കൂടെ റോഡ് പോകുന്നുണ്ട്. കോഴിക്കോട് നിന്നൊക്കെ വരികയാണെങ്കിൽ ഇടത് സൈഡ്, കോഴിക്കോട്ടൊക്കെ പോവുകയാണെങ്കിൽ വലത് ഭാഗത്തേക്ക്, ചെങ്കോട്ടയ്ക്ക് അടുത്ത് കോട്ടക്കൽ എന്ന് പറയാം. ഉസ്താദ് വഫാത്താകുന്നത് ഉസ്താദിന്റെ ഖബർ പുതുപ്പറമ്പ് വലിയ ജുമാഅത്ത് പള്ളിയുടെ ആ മെയിൻ ഗേറ്റിന്റെ തൊട്ട് മുമ്പിലാണ്. ഖബർ കഴിഞ്ഞിട്ടാണ് ഗേറ്റ്. ഉസ്താദിന്റെ മകനാണ് ബഹുമാനപ്പെട്ട തൊയ്യീഫ് ഫൈസി ഉസ്താദ്. കുറെ കാലം നമ്മുടെ സുന്നി സെന്ററിലും ഒരുപാട് ആളുകൾ ഉംറക്കൊക്കെ പോയിട്ടുണ്ട് ഉസ്താദിന്റെ കൂടെ. ഇപ്പൊ നാട്ടിലാണ്. അള്ളാഹു ആഫിയത്തും സലാമത്തും ദീർഘായുസ്സും ഒക്കെ അള്ളാഹു കൊടുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങൾ ഒരുപാട് എന്റെ ബാച്ചിലൊക്കെ ഉള്ള 4ാം ബാച്ചിലൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. തൊയ്യീഫ് ഉസ്താദ് ഉസ്താദിന്റെ ഉപ്പയാണ് ഇപ്പൊ സി എച്ച് ഹൈദറുസ് മുസ്ലിയാർ എന്ന് പറയുന്നത്. സമസ്ത കേരള ജമീഅത്തുൽ ഉലമയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള മഹാനാണ്. ഈ മാർഗത്തിൽ പോകുന്നത് ഇത് ശരിയാണ്. ഇവര് പോയ ആ മാർഗത്തെ പിൻപറ്റിയാൽ രക്ഷപ്പെടും. എന്തുകൊണ്ട് രക്ഷപ്പെടും? ഇവര് രക്ഷപ്പെട്ടത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കാൻ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ലോകത്ത് ബാക്കി എന്തെല്ലാം കാട്ടിക്കൂട്ടാൻ പറ്റുമോ അതൊന്നല്ല വിഷയം. ഇവിടെ കലിമ ചൊല്ലി മരിക്കാൻ പറ്റും. നമ്മളൊക്കെ അധ്വാനിക്കണം അതിനാണ്. അത് ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സമസ്തയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് പറയാൻ കാരണം സമസ്തയുടെ ആലിമ്യങ്ങളൊക്കെ അങ്ങനെ പോയത്. ബാക്കിയുള്ളവർ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, അത്രയും വേണ്ടതുള്ളൂ. ഉസ്താദിനെ സംബന്ധിച്ച് അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറുൽ ഹുദ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും ജമിയത്തുൽ മുഅല്ലിമീനും സുന്നി യുവജന സംഘത്തിനും ഒക്കെ പ്രവർത്തിച്ചവരാ ഉസ്താദ്. പക്ഷെ ദാറുൽ ഹുദയെ സംബന്ധിച്ചുള്ള പ്രത്യേകമായൊരു അറ്റാച്ച്മെന്റ് ഉള്ളത്, ഉസ്താദ് ദാറുൽ ഹുദയുടെ പ്രസിഡന്റായിരുന്നു വഫാത്താകുന്നവരെ. ആ പ്രസിഡന്റ് സ്ഥാനം ഉസ്താദിന്റെ ശേഷം ഏറ്റെടുത്തത് പാണക്കാട് കുടുംബമാണ്. ഇപ്പോഴും പാണക്കാട് കുടുംബമാണ് അത് ഏറ്റെടുത്തത്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ, മഹാന്മാരായ സയ്യിദന്മാർ. ദാറുൽ ഹുദയിൽ 12 വർഷത്തെ വിദ്യാഭ്യാസമാണല്ലോ. 12 വർഷമാണ്. ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയും നമ്മള്. 12 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടെത്രയാ? സുബ്ഹാനല്ലാഹ്. ഈ 12 വർഷം അങ്ങ് ആലോചിക്കുമ്പോ അങ്ങനെ ആലോചിച്ച് നോക്കിയ വല്ലാത്ത പേടി. എങ്ങനെ റബി 12 കൊല്ലം കഴിഞ്ഞു? ഈ ദാറുൽ ഹുദയുടെ ബ്രാഞ്ചുകളൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ആദ്യത്തെ ആ വർഷം ആവേശം കൊണ്ടുപോകും. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞാണ്ടൊരു ചാടിപ്പോകാൻ തോന്നല്, ഇത് ശരിയാവില്ല. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും എത്തുമ്പോൾ ഭയങ്കര വസ്വാസ് വരാണ്. ഇത് SS ഇല്ലാതെ പോയാൽ റബ്ബിന്റെ റിസ്ക് മുട്ടിപ്പോകുമല്ലോ എന്നൊക്കെ കൂട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങും. ഇത് ശരിയാവില്ല എന്ന് വാപ്പാരോട് പറയാൻ തുടങ്ങും. ഇത് എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ്, എല്ലാ ബ്രാഞ്ചിലുണ്ട്. ആ 5ാം ക്ലാസ്സിൽ കഴിഞ്ഞാൽ പിന്നെ 12 കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. 5ാം ക്ലാസ് കഴിഞ്ഞു കിട്ടണം. കാരണം അത് ലോങ് യാത്രയാണ്. എന്നാ റബ്ബ് ഇത് കഴിയാം? റബ്ബെ ഞാൻ ഇപ്പൊ എത്രാം ക്ലാസ്സിലെ 1 അത് പറയുമ്പോൾ തന്നെ ഇടങ്ങാറാണ്. സ്കൂളിൽ 6ാം ക്ലാസ് കഴിഞ്ഞിട്ടായി പോണത്. ദാറുൽ ഹുദയിൽ എത്തില്ല 1ാം ക്ലാസ്സിൽ. പിന്നെ 12 വരെ പോകണം. അപ്പോ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇത്രയും വർഷം അവിടെ നമ്മൾ പഠിച്ചിട്ട്
എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദ്യത്തെ ഷൗക്കത്തുൽ ഉസ്താദ് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 6 ബാച്ചുകാർ ഉസ്താദിനെ ശരിക്കും കണ്ടവരായിരിക്കും. ആദ്യത്തെ ഫസ്റ്റ് 6 ബാച്ച്. ഷൗക്കത്തുൽ ഉസ്താദ് 2ാമത്തെ ബാച്ചാണ്, ഞങ്ങൾ 4ാമത്തെ ബാച്ചാണ്, പിന്നെ 3ാമത്തെ ബാച്ചാണ് ഉസ്മാനോട് ഷരീഫ് കുമ്പടി ഉസ്താദ്. അപ്പോ ഇനിയിപ്പോ 1ാം ബാച്ചുള്ളവർ ആരും ഇല്ലേ? ഇല്ല. അപ്പോ ദാൽഹുദയിൽ നമ്മൾ പഠിച്ച കിതാബുകൾ ഏതാന്ന് ചോദിച്ചാല് നമ്മൾ ഏറ്റവും പഠിച്ചിട്ടുള്ളത് 2 കിതാബുകളാണ്. പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കിതാബുണ്ട്. അങ്ങനെ ഈ 3 കിതാബാണ് ഇപ്പോൾ അവിടെ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്. ഒന്ന് മഹാനായ ഈ ഡോക്ടർ ബാപ്പുട്ടി ഹാജി അവറുകൾ, അത് അവിടെ നിന്ന് പഠിച്ചൊരു കിതാബാണ്. പിന്നെ പഠിച്ചൊരു കിതാബാണ് ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദുർ ഉസ്താദ്. പിന്നെ ഞങ്ങൾ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഞങ്ങളുടെ കിതാബാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകൾ. ഇവിടൊക്കെ ജീവിതമാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തത്. അതാണ് ഇവരുടെ ജീവിതമാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും വലിയ മെസ്സേജ് അതാണ്. ജീവിച്ചു കാണിക്കാനാണ് പ്രാധാന്യം. അതിലാണ് വലിയൊരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുക. ഉസ്താദിന്റെ ജീവിതം അതിന്റെ അനുസ്മരണ കുറിപ്പുകളോ മറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും കരഞ്ഞു പോകും. റബ്ബേ, ഇങ്ങനത്തെ ഒരു വലിയ മഹാൻ നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയാൽ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന്. ദീനിന്റെ ദഅവത്ത് അതന്നെ, ആളുകൾ രക്ഷപ്പെടണം, ആളുകൾക്ക് അള്ളാഹുവിന്റെ സന്മാർഗം കിട്ടണം. ഇന്ന് ദാൽഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവി പണ്ഡിതന്മാരായ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും പ്രബോധനം ചെയ്യാൻ കഴിവുള്ളവരാണ്, അതിന്റെ യോഗ്യത ഉള്ള ആളുകളാണ്. ഇത് ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ അതിനും ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വിഷയം സ്വപ്നം കാണാൻ അവർക്ക് സാധിച്ചു എന്നത് അള്ളാഹു ചെയ്തു കൊടുത്തൊരു തൗഫീഖാണ്. കാരണം നമ്മൾ പച്ചമലയാളം പറഞ്ഞടക്കണ നാട്ടില് ഒരു ഇംഗ്ലീഷ് വേദ പറയാനോ, ഒരു ഉറുദുവിൽ വേദ പറയാനോ, അറബിയിൽ വേദ പറയാനോ, ആര് ഗൾഫൊക്കെ പോകുന്ന, ആര് ഇംഗ്ലീഷിലൊക്കെ വേദ പറയണ, ആരാ ഉറുദുവിൽ പറയണ, ഇതൊക്കെ ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒക്കെ അറബിക്ക് നമ്മുടെ പള്ളി ദിവസമൊക്കെ ഇഷ്ടം പോലല്ലേ, അങ്ങനെ പോയാൽ പോരെ. അത് ചിന്തിക്കേണ്ടതിന് പകരം ഒരു 20 വർഷം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു സമൂഹത്തെ മുമ്പേ കാണാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുത്തു. അതുകൊണ്ടാണ് ദാൽഹുദ സാധ്യതമായത്. നമുക്ക് കുറച്ച് കഴിഞ്ഞാലൊക്കെ ഇപ്പൊ ഇനി മദ്രസൊക്കെ ഇംഗ്ലീഷിലാക്കേണ്ടി വരും. നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാത്ത കുട്ടികളാരാ? മക്കൾ നാട്ടിലുള്ളവര്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാത്ത മക്കളുള്ളവര്, പെണ്ണെട്ടാത്തവർ കൈ വെക്കണ്ട, മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കല്ല പോണോല്, അങ്ങനത്തെ ആൾക്കാർ കൈവെക്കിയാട്ടെ. എന്റെ കുട്ടി ഗവൺമെന്റ് മലയാളം മീഡിയത്തിലേക്കാ പോണത്. 1, 2, 3, 4, 5, ഒരു 10 ആള്. അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ്. പിന്നെ അവർക്ക് നമ്മളിന്ന് സിലബസ് ഒക്കെ മാറ്റേണ്ടി വരും. പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരുടെ മീഡിയ മാറ്റേണ്ടി വരും. കാരണം ഒരു സമൂഹത്തിന് ആവശ്യം എന്തോ അത് കൊടുക്കണ്ടേ. നമ്മൾ മലയാളം പറയേണ്ടവർക്ക് തിരിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. അപ്പൊ നമ്മുടെ മുഅല്ലിമീങ്ങളിൽ വലിയ മാറ്റം വരണം, മുദരിസീങ്ങളിൽ മാറ്റം വരണം, പണ്ഡിതന്മാരിൽ മാറ്റം വരണം. ഇത് കാലേ കൂട്ടി അള്ളാഹു ഇവരുടെ മനസ്സിൽ ബഹുമാനപ്പെട്ട ഇമാം ബഷീർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, ഡോക്ടർ ബാപ്പുട്ടി ഹാജി നവറല്ലാഹു മർക്കദ, ഹൈദറുസ് ഉസ്താദ് നവറല്ലാഹു മർക്കദഹും ജമീഅ, അങ്ങനത്തെ വലിയ ഒരുപാട് മഹാന്മാർ, അവരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു. അവരതങ്ങ് പരിശ്രമിച്ചു. ദാൽഹുദയുടെ ഏറ്റവും വലിയ അത്ഭുതം ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയുടെ അമീർ എന്ന നേതൃത്വവും ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദിന്റെ ഒരു ആലിം എന്ന ഉസ്താദിന്റെ ആ നേതൃത്വവും, പിന്നെ അതിന്റെ എല്ലാ ബ്രെയിൻ വർക്കും ചെയ്ത ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ നബി ഉസ്താദ് അവറുകൾ, ഈ 3 മൈൻഡ്. അതിന് തൊട്ടു മുമ്പ് സമസ്തയുടെ തന്നെ കമ്പ്യൂട്ടർ എന്നറിയപ്പെട്ടിരുന്ന മഹാന എം എം ബഷീർ മുസ്ലിയാർ. പക്ഷെ അള്ളാഹു തആല വളരെ നേരത്തെ അവരെ കൊണ്ടുപോയി. അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി ഇവർക്ക് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവരുടെ ആ ഒരു മൈൻഡിൽ അള്ളാഹു തആല തോന്നിപ്പിച്ചു കൊടുത്ത വലിയ അത്ഭുതമാണ്. ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം. നമ്മുടെയൊക്കെ പട്ടിക്കാട് ജാമിഅ നൂരിയ നമ്മുടെ സ്ഥാപനമാണ്, അല്ലെ? നന്ദി ദാറുസ്സലാം നമ്മുടെ സ്ഥാപനം, കടമേരി കോളേജ് എല്ലാം നമ്മുടേതാ. ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. ദാൽഹുദിന്റെ ദൗത്യം വേറെയാണ്. ഇത്രേ ഉള്ളൂ. എല്ലാ നമ്മുടെ വലിയ പണ്ഡിതന്മാരായ ഫൈസി ഉസ്താദന്മാര്, വാക്കബ് ഉസ്താദന്മാര്, എല്ലാവർക്കും അള്ളാഹു ഓരോരോ മേഖലകൾ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ കുറവ് അങ്ങനെയൊന്നും അല്ല ഇതിന്റെ അർത്ഥം. ഓരോരുത്തർക്കും പ്രവർത്തന മണ്ഡലങ്ങൾ വേറെയാണ്. ഇപ്പൊ ദാൽഹുദിന്റെ രക്ഷ ഇങ്ങനെ ആയിക്കോട്ടെ. അതുകൊണ്ടപ്പോ വെസ്റ്റ് ബംഗാളിലെയും ആസാമിലെയും ഒക്കെ പ്രൊജക്ടുകൾ ഇന്നിവിടെ കണ്ടത്.
അങ്ങനെ പോകണമെങ്കിൽ അവിടെ ഉറുദുവിൽ വേദ പറയണ്ടേ? ഉറുദുവിൽ ആരെ പോയി വേദ പറയണത്? നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും കാസർഗോഡൊന്നും കണ്ണൂരിന്നൊക്കെ പഠിച്ച മക്കളാണ് അവിടെ പോയിട്ട് ആ നാട്ടുകാരൊക്കെ ഉറുദുവിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉലമാഇന്റെ സംഘത്തെ വാർത്തെടുക്കാനാണ് ബഹുമാനപ്പെട്ട ഐദോസ് ഉസ്താദ് അന്ന് ശ്രമിച്ചത്. അത് അൽഹംദുലില്ലാഹ് ഉസ്താദ് 12ാം വാർഷികം ഉസ്താദിന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. 6ാം വാർഷികം എന്ന് പറഞ്ഞ ദാറുൽ ഹുദയുടെ ആ യാത്രയിലെ പകുതി വർഷം പൂർത്തിയായപ്പോൾ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് ഉസ്താദിനെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അന്ന് ഉസ്താദിനെ സ്റ്റേജിലേക്ക് അനയിക്കാൻ കൊണ്ടുവരാൻ വേണ്ടി കോളേജിന്റെ 1ാം നിലയിലെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഉസ്താദിന്റെ കൂടെ കുറെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആ കൂട്ടത്തിലുണ്ട്. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, പഠിച്ചവനെ 6ാം കൊല്ലായില്ല, ഇനി 12 ആവുമ്പോഴും ഞാൻ അവിടെ ഉണ്ടാവില്ലാന്ന് തോന്നുന്നു, 12ാം കൊല്ലം നിങ്ങൾ ഇറങ്ങുന്നത് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്റ്റേജ് മുക്കി വരുന്നത്. ഉസ്താദിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1.5 വർഷത്തിനിടക്ക് ഉസ്താദിന്റെ വഫാത്ത് സംഭവിക്കുകയാണ്. ആ ഒരു വലിയ മഹാനുഭാവൻ ഉസ്താദിന്റെ അനുഭവം ഇൽമു പഠിപ്പിക്കല. ഞങ്ങൾ പഠിച്ചതും ഉസ്താദിന്റെ ജീവിതമാണ്, ലാളിത്യമുള്ളൊരു ജീവിതം. അങ്ങനത്തെ ഒരു വലിയ മഹാനുഭാവൻ ക്ലാസ് റൂമിൽ കയറി വന്നിട്ട് ഉസ്താദ് ചോദിക്കുകയാണ്, ദാറുൽ ഹുദയുടെ ചുറ്റും വലിയ വലിയ പാടമാണ്, മാന്യപ്പാടം എന്നാ പറയാം, ചുമ്മാട്ടുകാർക്കൊക്കെ അറിയത് മാന്യപ്പാടം എന്നാ പറയാം. ഈ മാന്യപ്പാടം മുഴുവനും ഒരു വെളിച്ചെണ്ണയാണ് സങ്കല്പിക്കുക. എന്നിട്ടിപ്പോ ഇവിടെ നമ്മൾ ദാറുൽ ഹുദന്റെ ആ ഒരു അതിരുമെന്ന ഒരു ഏതെങ്കിലും ഒരു എലി അങ്ങ് ചത്തത് വീണാൽ ഈ മാന്യപ്പാടത്തുള്ള മുഴുവൻ എണ്ണ നജസാവോ? എന്താ നിങ്ങളെ അഭിപ്രായം? നമ്മള് അപ്പൊ ചിലരൊക്കെ ആവുന്നു ആവൂല എന്നൊക്കെ പറഞ്ഞു. ഉസ്താദ് പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചതാണ്. നജസാവുന്നാണ്. മാവും മാഇഅം തമ്മിൽ വ്യത്യാസമാണ്. ദ്രവവും വെള്ളവും തമ്മിൽ വ്യത്യാസം. വെള്ളത്തിന് നജസ് വീണാൽ 2 കൊല്ലത്തിലേറുണ്ടെങ്കിൽ അതിന്റെ നിറമോ മണമോ രുചിയോ ഒക്കെ മാറണം. പക്ഷേ മാഇഅ ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ നജസ് തട്ടിയാൽ തന്നെ എന്താവും? നജസാവും. തട്ടിയാൽ തന്നെ മുലാമസത്ത് കൊണ്ട് നജസാവുന്നതാണ്. അതാ മസാല. നാട്ടിലൊക്കെ കണ്ടില്ലേ, എലിനൊക്കെ പിടിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ട് നജസ്സുള്ള വെളിച്ചെണ്ണയപ്പോ കൊണ്ടുപോണത്. അതിക്ക് വീണാൽ തന്നെ ചത്ത് വീണാൽ തന്നെ നജസായിന്ന മസാല അതാണ്. അപ്പൊ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു തരികയാണ്. പിന്നെ ഈ ഭക്ഷണത്തിന്റെ ഉസ്താദ് കയ്യിലെടുത്തിട്ട് അതിന്റെ അഴുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഒറ്റക്ക് നമ്മള് ഷൗക്കത്ത് പറഞ്ഞില്ലേ, അവിടെ ഇരുന്നിട്ട് ആ ഒരു ഇരുത്തൊക്കെ ഉണ്ട്. ഉസ്താദിന്റെ ആ ഒരു നിർദ്ദേശത്തിൽ പ്രകാരമാണ് ആ സുന്നത്ത്. അപ്പൊ പായൊക്കെ നല്ല മണം ഉണ്ടാവും. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ തന്നെ മണമില്ലാത്ത മൂലൊക്കെ പോയിരിക്കാനൊക്കെ ശ്രമിക്കുക. പക്ഷേ എന്താ ചെയ്യാ, ആ ഒരു ഇതിൽ ഭക്ഷണം കഴിച്ച് പോയാൽ ഉസ്താദിന് ഒരു നടത്തുണ്ട്. ഏതെങ്കിലും 10 ആളെ ഒരു സുപ്രയിലിരിക്കുക, ഒരു വലിയ തലയുണ്ടാവും, 2 കറിപ്പാത്രം വെക്കും. അതിൽ ഇറച്ചി കണ്ടത്തിനൊക്കെ എന്തൊരു ടേസ്റ്റ് ചെയ്യുന്ന ബുധനാഴ്ച ഞായറാഴ്ചയാണ് ഇറച്ചി ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഒരു 4 കഷ്ണൊക്കെ ഒരാൾക്ക് കിട്ടിയാലായി. അത് വലിയ വളമ ഒന്ന് ഏറെ കൂരിയാ പോയി, അവന്റെ ഓര് പോയി. ഇങ്ങനെയൊക്കെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഉസ്താദ് എന്ത് ചെയ്യും? ഇങ്ങനെ നടക്കും. എന്തെങ്കിലും വറ്റ് വീണ്ടും ഉസ്താദ് അത് എടുത്തിട്ട് അഴിക്കും തോറ്റാൻ പറ്റാൻ തോന്നുന്നു. അല്ലാതെ ഉസ്താദ് കൊണ്ടേ കഴുകിയിട്ട് ഉസ്താദ് വായിക്കിടും. ഉസ്താദ് പറയില്ല. നമ്മൾ കണ്ടെങ്കിൽ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയ 4 ആൾ അറിയിക്കൂലല്ലോ. ഉസ്താദ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരിത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു തരാണ്. സാധാരണ ഭക്ഷണത്തിന്റെ അദബിന്റെ ഇതൊക്കെ പറയാം. ഭക്ഷണത്തിന്റെ തൻസിൽ ബറക്കത്തു ഫീ വസത്തി ത്വആം, ഭക്ഷണത്തിന്റെ മധ്യത്തിലാണ് ബറക്കത്തിറങ്ങുക. അപ്പൊ ഓരോരുത്തരും അവന്റെ അടുത്ത ഭാഗത്തുനിന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആദാബുകളാണ്. അങ്ങനെ തുടങ്ങിയാൽ തൻവീൽ ഖുലൂബ് കിതാബ് ഉസ്താദ് ഓതി തരാറുണ്ടായിരുന്നു. ഉസ്താദ് വഫാത്താകുന്ന സമയത്ത് സുന്നി അഫ്കാറിലെ മരണത്തെ സംബന്ധിച്ചുള്ള ഒരു പംക്തി ഉസ്താദ് എഴുതുന്നത്. മരണവും അതിന്റെ അനുബന്ധ കർമ്മങ്ങളും സംബന്ധിച്ചുള്ള ഒരു പംക്തി എഴുതാണ്. അത് ഉസ്താദ് തൻവീൽ ഖുലൂബ് ആസ്പദമാക്കി മഹാനായ മുഹമ്മദ് അൽ ഖുർബി റഹിമഹുല്ലാ അവരുടെ കിതാബ് അത് ആസ്പദപ്പെടുത്തിയിട്ട് ഉസ്താദ് മറ്റു കിതാബുകളൊക്കെ എടുത്തിട്ടാണ് ഉദ്ധരിക്കാറ്. ആ ലേഖനത്തിന്റെ പരമ്പര മരണവും മയ്യത്ത് കുളിപ്പിക്കലും അവിടെന്നോ തുടങ്ങിയ വിഷയമാണ്. അവിടെ നിൽക്കുന്ന സമയത്താണ് ഉസ്താദിന്റെ വഫാത്ത് സംഭവിക്കുന്നത്. തീർത്തും നമ്മളൊക്കെ ഭയങ്കര സങ്കടത്തിലാക്കിയിട്ടാണ് ഉസ്താദിന്റെ ആ ഒരു യാത്ര പോകുന്നത്. ഉസ്താദിന്റെ മോനാണുള്ള ദുനിവൈസി ഉസ്താദ്. ഉസ്താദ് ഒരുപാട് അനുഭവങ്ങൾ പറയും, ഉസ്താദിന്റെ ജീവിതത്തിലെ വലിയ വലിയ അത്ഭുതങ്ങൾ. അപ്പോ അന്നൊരിക്കൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഉസ്താദ് ഇരിക്കുന്ന സമയത്ത് അതിന്റെ അനുഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഉസ്താദ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെറിയ മിനിബസോ ജീപ്പൊക്കെ, മിനിബസൊന്നും ഇല്ല, അന്ന് ജീപ്പാണ്, ജീപ്പ് സർവീസാണ് പുതുപ്പറമ്പിലേക്ക്, കോട്ടക്കലിലേക്ക് അറിയാൻ പറ്റും.
അങ്ങനെ യാത്ര പോകണം. ഉസ്താദ് എവിടുന്നോ ബസ്സിറങ്ങി വന്നു. ഉസ്താദിന്റെ യാത്ര വലിയൊരു അത്ഭുതമാണ്. കിട്ടിയ ബസ്സിലും വണ്ടിയിലൊക്കെ കയറി പോകുന്ന അവരെല്ലാം കേട്ടിട്ടുണ്ടാവും. പോലീസുകാരെ വണ്ടിക്കൊക്കെ കൈ കാണിക്കും. അങ്ങനെയൊക്കെ വല്ലാത്തൊരു അത്ഭുതമാണ് ഉസ്താദിന്റേത്. ലൈറ്റൊക്കെ ഇട്ട് വന്ന പോലീസ് വണ്ടി കൈയാട്ടിപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചു. കാണില്ല പോലീസുകാരാണ്, നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കൈ കാണിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ വലിയ മഹാനാണ്. അണ്ണന്മാരെ ലോറിയിലൊക്കെ വരാറുണ്ട്, തമിഴന്മാര്, കള്ളുടിയന്മാരെ. കള്ളുടി മാറ്റിയ ഒരു ഡ്രൈവറുണ്ട്. ഉസ്താദ് ഒന്നൊരിക്കൽ വണ്ടി കയറിയതാ, അപ്പോ നല്ല വെള്ളത്തിലാ. അങ്ങനെ ഉപദേശിച്ച് നന്നാക്കി കള്ളുടിയൊക്കെ നിർത്തിയിട്ട് പിന്നീട് എവിടെയോ കണ്ടിട്ട് ഉസ്താദിനോട് നന്ദി പറഞ്ഞു. ഞാൻ അന്ന് തന്നെ നിർത്തി, ഉസ്താദ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. ഉസ്താദ് സ്ഥിരമായിട്ട് വയനാട്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ ലോറിക്ക് കയറി വരും. അന്നൊക്കെ വാഹനങ്ങളൊക്കെ ഉള്ള കാലമാണ്. ഒരു വാഹനം മേടിച്ചു കൊടുത്താൽ മതി, ഉസ്താദിന് വേണമെങ്കിൽ ആവശ്യപ്പെടാവുന്നതാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ട് ജീവിച്ചൊരു മഹാൻ. അപ്പൊ ഉസ്താദാണ്ട് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിരുന്നപ്പോ കുറെ ജീപ്പ് ഡ്രൈവർമാരുണ്ട്. ഉസ്താദ് നിസ്കരിച്ചൊക്കെ വന്നു. നിസ്കാരം കഴിഞ്ഞു. യാ പടച്ചോനെ, ഈ ചെറുപ്പക്കാരൻ നിസ്കരിച്ചിട്ടില്ലല്ലോ റബ്ബേ, ആരും നിസ്കരിക്കാതെ. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴും അവിടെ ഡ്രൈവർമാര് ട്രിപ്പ് കാത്തിരിക്കുകയാണ്. ആ നേരത്ത് ഉസ്താദ് ചോദിച്ചു, ഇങ്ങനെ ഡ്രൈവർമാരുടെ നേതാവാരാന്ന് ചോദിച്ചു. പുറകെ കാണിച്ചെടുത്ത് വരാമെന്നാണ്. ഈ എല്ലാ ഡ്രൈവർമാരും ഒന്ന് വിളിച്ചുകൊണ്ടുപോവാ, എനിക്കൊരു 5 മിനിറ്റും കൂടെ. ബസ് സ്റ്റാൻഡിലാണ് ഇപ്പൊ നടക്കുന്നത്, ബസ് സ്റ്റാൻഡിലാണ് നടക്കുന്നത്. ഓരോ കൊണ്ടുവന്നിട്ട് ഓരോ പറഞ്ഞാൽ നിസ്കരിക്കണ്ടേ, നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, നമുക്ക് 5 വക്ത് നിസ്കാരം ഫർദില്ല. ഈ മഗ്രിബ് എല്ലാവർക്കും പോകാൻ പറ്റില്ല, കുറച്ചുകൂടെ നിന്നിട്ട് ഒരു കൂട്ടർ നിസ്കരിച്ച് വരും, മറ്റേ കൂട്ടർ ഒരു 1 ലക്ഷം പോയിട്ട് നിസ്കരിക്കും. നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ, നമ്മൾ നിസ്കരിക്കണം കേട്ടോ. ഡ്രൈവർമാരോട് ക്ലാസ് കൊടുക്കുക. ഇവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്, കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ. ഉസ്താദിന്റെ കൂടെ അന്നൊരിക്കെ നമ്മുടെ പുതുപ്പറമ്പ് ഭാഗത്തൊരു എഴുത്തുകാരുണ്ട്. അദ്ദേഹം കുറച്ചൊരു വഹാബി ആശയൊക്കെ ഉള്ള ഒരാളാണ്. ഉസ്താദിന്റെ അയൽവാസിയും പരിസരത്തുള്ള ആളൊക്കെയാണ്. അപ്പോ അന്ന് പിടുത്തം കൂട്ട് നടക്കുന്ന ചെറുപ്പക്കാരുടെ സമയം ഉണ്ടാവല്ലോ, ഭയങ്കരമായിട്ട് മുടിയൊക്കെ നീട്ടിയിട്ട് ഭയങ്കര ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ചെത്തിപ്പൊളിച്ച് നടക്കുന്ന ഒരു സാഹിത്യമൊക്കെ തനിക്കാരിയ കാലാണ്. അവിടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോ ഈ ജീപ്പിൽ പോകുന്ന ഉസ്താദ് ഇങ്ങനെ തോളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഓരോ എലിമിന്റെ മസലകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഞെരിയേണ്ടതായ എല്ലാ അവസ്ഥയും. പിന്നെ ഉസ്താദ് മുടിയെടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിക്ക്, ഓരോ കഥ പറയുന്ന കൂട്ടത്തിൽ മുടിയെടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ഇയാൾ പറയാണല്ലോ, എനിക്ക് ഇങ്ങനെ തൊലി വറക്കാൻ തുടങ്ങി, എന്റെ മുടിന്റെ നീളാണ് ഈ കാട്ടിത്തരുന്നത് എനിക്ക്. ഉസ്താദ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഉസ്താദ് കൈ ഇങ്ങനെ മൂത്തുകൂടെ ഇങ്ങനെ കൊണ്ടുകൊണ്ട് ഈ ക്ലീൻ ഷേവൊക്കെ നിർത്തിയിട്ട് ഒന്ന് സുന്നത്തെടുത്തൂടെ എന്നൊക്കെയാണ് പറയണത്. യാ അല്ലാഹ്. അതിന്റെ ശേഷമായിട്ട് ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടായി. വളരെ സൈലന്റ് ആയിട്ടുള്ള ദഅവത്ത് ഉസ്താദ് അങ്ങനെ ചെയ്യാറുള്ളത്. ഉസ്താദിന്റെ ഏറ്റവും വലിയ അത്ഭുതവും അതാണ്. ദീന്റെ ദഅവത്തില് ശുദ്ധമായ ആ ഒരു നമ്മുടെ മഅറൂഫുൽ കർഹിതങ്ങളൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു ശത്രുക്കളോട് പോലും സ്നേഹത്തോടുകൂടെയുള്ള പെരുമാറ്റമാണ് ഉസ്താദിന്റെ. ദാറുൽ ഹുദയുടെ ആ ഒരു ജൈത്ര യാത്ര തുടങ്ങുന്ന ഏകദേശം മധ്യത്തിലെത്തിയപ്പോഴാണ് ദാറുൽ ഹുദയുടെ തൊട്ടടുത്ത് സമസ്തയുടെ മറുപക്ഷക്കാർക്ക് ഒരു സ്ഥാപനമുണ്ട്. ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ദാറുൽ ഹുദയുടെ തൊട്ട് അതിര് സമസ്തന്റെ പ്രതിപക്ഷം എന്ന് പറയാനൊന്നും ഇല്ല. വരുന്നാലും സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആയിക്കോട്ടെ, അവർക്കൊരു സ്ഥാപനം അവിടെ ഉണ്ട്, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനം. അപ്പൊ അവരുടെ വലിയ ശൈഖ് അവറുകളവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി വരികയാണ്. അപ്പൊ വിദ്യാർത്ഥികളൊക്കെ ചെറിയ പ്രായമല്ലേ, കൂട്ടുകാരൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ഏറ് വിട്ടു കൊടുക്കപ്പെടുന്നു. കാരണം എറിഞ്ഞ ദാറുൽ 2ാം നിലയിൽ നിന്ന് ഏറ് വെച്ചുകൊടുത്താൽ കൊള്ളുന്ന സ്ഥലത്ത് ഒരു പന്തല് കെട്ടി ഉദ്ഘാടന തറക്കലിന് വരികയാണ്. അപ്പൊ ഉസ്താദ് വന്നു. ഉസ്താദ് കാഴ്ചപ്പാട് നോക്കണം. നമ്മൾ എങ്ങനെയാ ഇപ്പൊ ഈ ഉസ്താദുമാരാണ് ഇപ്പൊ മറുപക്ഷത്താണെങ്കിലും ഈ പിരികയറ്റി മനുഷ്യന്മാരെ പഴപ്പിക്കുന്ന സാധാരണക്കാരെ ഈ വിഷം കുത്തി വരുന്നത് ഈ പണ്ഡിതന്മാർ തന്നെയാണ്. നമ്മുടെ പണ്ഡിതന്മാരുടെ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഉസ്താദ് എന്നോട് ഞങ്ങൾ പറഞ്ഞു, ഉസ്താദെ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് ദാറുൽ ഡൈനിങ് ഹാളിന്റെ ബാക്കിൽ ചെറിയൊരു കുഞ്ഞു വരാന്തുണ്ട്, നമ്മുടെ വാട്ടർ കൂളറൊക്കെ വെച്ചിരുന്ന സ്ഥലം. അവിടെ എത്തിയിട്ട് അപ്പൊ ഉസ്താദൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ 3 മണിക്ക് ഇങ്ങനെ ഇവരെ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട്, ഉദ്ഘാടനം നടക്കുന്നുണ്ട്, നമ്മളെ തൊട്ടരികത്തത് വേണോ? അന്നും സമസ്തയുടെ അതും പ്രശ്നങ്ങളൊക്കെ നടക്കണ കാലല്ലേ, നമുക്ക് എന്താ ഉസ്താദ് ചെയ്യുക? കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണെന്നാണ്. ഉസ്താദ് 3 മണിക്ക് സമയത്ത് ബെല്ലടിക്കാൻ പറഞ്ഞു. എല്ലാ കുട്ടികളും ആ പരിപാടി നടക്കുന്ന സമയം പള്ളിയിൽ പോയിരിക്കാം. ബെല്ലടിച്ചു. എല്ലാവരും നിസ്കാരത്തിന് മുമ്പേ ചെന്നു. അസ്ർ നിസ്കാരം കഴിഞ്ഞു. ഈ പരിപാടി പിരിച്ചുവിട്ടതിന്റെ ശേഷം പള്ളിയിൽ നിന്ന് പുറത്തിറക്കിയത്. ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, നമ്മളിതിനെന്തിനാ ബേജാറാവുന്നത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ എന്തിനാ അതിനെതിരെ നിൽക്കേണ്ടത്? ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വളർന്നോട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു ഉസ്താദ്.
ഉസ്താദിന്റെ കാഴ്ചപ്പാട് നോക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ശിഷ്യന്മാർ 600 പേര് എന്നോട് പഠിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും ഒരു കൂക്ക് വിളി കൂന്നാണ് കൂയാ പോരെ, ഒന്നും ഉണ്ടായിട്ടല്ല. ഒരു മാനക്കേടോ ഒരു അപമാനമോ വരുത്താനത് മതിയല്ലോ. ചെയ്യരുത്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വളർന്നോട്ടെ, ദീനിന് വേണ്ടി ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നമ്മളതിനെ എതിർക്കണ്ട. കുട്ടികളൊക്കെ പോയിക്കോളി, അന്ന് ചെറിയ പ്രായമല്ലേ. എല്ലാവരും കൊണ്ടുപോയിട്ട് പള്ളിയിലാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളെ ഉസ്താദ് വളർത്തുന്നത്. എപ്പോഴും പറയും, ഉസ്താദ് പറയാറുണ്ട്, ഞാനന്ന് അലികുട്ടി ഉദവി അതുപോലെ മുസ്തഫ അക്കോട് ഉദവി ഇവരൊക്കെ വാലിന് പോകുന്ന കാലാണ്. ഉസ്താദും ബാപ്പുട്ടി ഹാജി എപ്പോഴും കണ്ടാലും പറയും, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പല ആൾക്കാരും പല ചോദ്യം ചോദിക്കട്ടോ, നിങ്ങൾക്ക് ഉറപ്പുള്ളത് നിങ്ങൾ മറുപടി പറയണം, ഇല്ലാത്തത് ഞങ്ങൾ പഠിക്കുകയാണ് വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ അതിലൊന്നും ഇടപെടരുത്. പിന്നെ പറഞ്ഞു, നിങ്ങൾ വ്യക്തികളെ വിളിച്ചിട്ട് ആക്ഷേപിക്കരുത്, ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കരുത്, ആക്ഷേപം വെച്ച് വ്യക്തിഹത്യ ചെയ്യരുത്, നിങ്ങൾ ഹക്കും ബാത്തിലും പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ഡ്യൂട്ടി അതാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, വ്യക്തിഹത്യ ചെയ്യരുത്. ഈ 2 ഉപദേശം എപ്പോഴും ഉസ്താദ് തരും, ബഹുമാനപ്പെട്ട ഇദ്രീസ് ഉസ്താദ്. വളരെ സന്തോഷത്തോടുകൂടെ വളരെ ആശീർവദിച്ചിട്ടാണ് വിടാറുള്ളത്. വലിയൊരു മഹാൻ. ബഹുമാനപ്പെട്ട ഷൗക്കത്ത് സൂചിപ്പിച്ച വിഷയം ഖുർആനിൽ പറഞ്ഞ ഇബാദുർ റഹ്മാനിന്റെ ഒരു സൂചനയുണ്ട്. ഖുർആൻ പറയുന്നു, ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ ഉദാഹരണം ഇങ്ങനെയാണ്. നമ്മളിപ്പോ ഈ ആയത്തിങ്ങനെ അർത്ഥം വെച്ചു പോകുമ്പോൾ ഇദ്രീസ് ഉസ്താദിനെ മനസ്സിലിങ്ങനെ കണ്ടാൽ ഈ ആയത്ത് ഉസ്താദിനിൽ ശരിക്ക് പതിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. വഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകൾ, അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ ശാന്തമായി വിനയത്തോടുകൂടെ നടക്കുന്നവരാണ്. യംശൂന അലൽ അർളി ഹൗനൻ, വളരെ അവർ ഹൗനെന്ന് പറഞ്ഞാൽ തന്നെ ഹയ്യൻ എന്ന വാക്കിൽ നിന്ന് നിസ്സാരം. ഉസ്താദ് ഇത് പള്ളി കയറുന്ന കിട്ടില്ലേ, അവിടുത്തെ മുക്രിക്ക ചവിട്ടി അടക്കം വലിച്ചിട്ടുണ്ട് ഉസ്താദിനെ. ഉസ്താദാണെന്നറിയില്ല, വലിയ മഹാനാ, നമ്മുടെ നേതാവാണെന്നറിയില്ല. പക്ഷെ ഉസ്താദ് ഏതോ സ്ഥലത്തുനിന്ന് വണ്ടി കയറി വന്ന് വണ്ടി കിട്ടാതെ തൊട്ടടുത്ത പള്ളി പോയിട്ട് ചവിട്ടിയിൽ കിടന്നുറങ്ങിയതാ. അപ്പൊ മുക്രിമാർക്ക് ഇത് തീരെ പിടിക്കൂലല്ലോ. സ്വന്തം ഭരണക്കാണ് ഒരു പള്ളിയുടെ വിഷയത്തെ കുറച്ച് ആവേശമുള്ളവരാ. ഇടിച്ച് ഉസ്താദിനെ പിടിച്ച് പുറത്താക്കി. പിന്നെ അറിഞ്ഞ കുറച്ചോനെ ഉസ്താദാണ് റബ്ബേ, നമ്മളെ ഉസ്താദാണ്, നമ്മളെ നേതാവാണ്. പക്ഷെ ഉസ്താദ് അങ്ങനെ ചെയ്തത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. യംശൂന അലൽ അർളി ഹൗന. ജമിഅത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളനം ചേളാരി നടക്കുമ്പോ ഇന്ന് ദാൽഹുദയിൽ അസ്ര നിസ്കാരം ഉസ്താദിന് 5 മണിക്ക് ക്ലാസ് ഉണ്ട് അവിടെ. ആ സമയത്തിന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടൊരു അനുഭവമാണ്. അന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി, അപ്പൊ ഉസ്താദിനൊന്നും വേലില്ല, ഉസ്താദെ ക്ലാസ് ഉണ്ടല്ലോ. ഉണ്ട്, ഞാൻ ചേളാരിക്ക് പോവാണ്. നേരെ പോയി ദാൽഹുദിന്റെ പള്ളിന്റെ നേരെ ഒരു ചെറിയ ഗേറ്റ് കഴിഞ്ഞാൽ നേരെ മെയിൻ റോട്ടിലേക്ക് ഇറങ്ങാം. ആ റോട്ടിലേക്കാണ് കയറി ഇങ്ങനെ കൈ കാണിച്ചു. എന്തിനാ ബസ്സിനാന്ന് ചോദിച്ചു. നോക്കുമ്പോൾ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയാണ്. എന്നിട്ട് ആ ഡ്രൈവറെ തോളും കൈ വെച്ചിട്ടുണ്ട് പോവാണ്, ചേലാരിക്ക് പോവാണ്. ആ കണ്ടതിന് പോവാ. അങ്ങനത്തെ ഒരു വലിയ യംശൂന അലൽ അർളി, ഇത് നമുക്ക് ഇന്നത്തെ കാലത്തൊന്നും കിട്ടൂല. മഹാനായ തിബറ്റ് ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ടവർ. യാ അല്ലാഹ്, അതൊക്കെ വളരെ ഇനിയിപ്പോ അപൂർവം ബാക്കിയുള്ള ചില മുത്തുകളാണ്. അല്ലാഹുവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ. യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. വിവരമില്ലാത്ത ആളുകൾ വല്ലതും പറഞ്ഞ ഖാലൂ സലാമ, നിങ്ങൾക്ക് മറുപടിക്ക് ഞാനില്ലേ. ഖാലൂ സലാമ, ഞാൻ നിങ്ങളിൽ നിന്ന് സുരക്ഷിതനായിട്ട് പോട്ടെ, നിങ്ങളോട് മറുപടി പറയാൻ നിന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവരാ അള്ളാഹുവിന്റെ ആളുകൾ. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഇവരൊക്കെയുള്ള മനുഷ്യന്മാരൊക്കെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും. ഇത് അവർക്ക് അങ്ങനെ ജീവിതമായിരിക്കും. ഉസ്താദിന്റെ കാലത്ത് അങ്ങനെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പച്ചപ്പാവ മനുഷ്യനാണ് ഉസ്താദ്. ഇസ്രയുടെ സൂപ്പറേറ്റൊക്കെ മുക്കിയാൽ ഒരു കണ്ട് നല്ലോണ്ടാവും, ഒരു ഭാഗത്ത് സൂപ്പറേറ്റ് തട്ടിയിട്ടുണ്ടാവില്ല. അതിനെ വരെ കളിയാക്കി എഴുതിയിട്ടുണ്ട് ചില ആളുകൾ. ഉസ്താദിനെ പരിഹസിച്ചിട്ടുണ്ട്. ഒന്നും പറയാറില്ലല്ലോ, ഒരു മറുപടി ഉസ്താദ് പറയില്ല. ഖാലൂ സലാമ, പോയിക്കോട്ടെ, നമ്മളതിന് മറുപടി ഒന്നും പറയണ്ട. ഇങ്ങനെ ജീവിച്ചു കാണിച്ചു തന്ന മഹാൻ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. രാത്രിയാണെങ്കിൽ നിന്നിട്ടും സുജൂദിലും അള്ളാഹുവിന്റെ സമയം കഴിക്കുന്നവർ, അള്ളാഹുവിന്റെ മുമ്പിൽ ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടും നിസ്കാരത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ, അങ്ങനത്തെവരാണ് അള്ളാഹുവിന്റെ അടിമകൾ. രാത്രിയൊക്കെ ഉസ്താദ് ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ദാറുൽ തന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആ ഇശാസ്കാരം കഴിഞ്ഞ് കിടക്കുന്നതിന്റെ ഒരു 9:30-10 മണിയാകുമ്പോൾ കിടക്കണം എന്നാണ്. ഇടയ്ക്ക് പുസ്തകം പെട്ടെന്ന് എവിടുന്നെങ്കിലൊക്കെ കിട്ടിയ വണ്ടിക്ക് വന്നിട്ട് പള്ളിയിൽ കുട്ടികൾ ഞങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞു, മക്കളെ എനിക്കൊന്ന് ജമാഅത്താണോ, ആരാണ് എന്റെ കൂടെ ഒന്ന് ഇമാമായിട്ടോ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ?
ഉസ്താദ് അങ്ങനെ ചോദിച്ച് ആരെങ്കിലും ഒരു മുതഅല്ലിമിനെ കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കൂല, ജമാഅത്തിന്റെ കൂലി പോവല്ലേ, യാത്രയിലോ മറ്റോ ഉസ്താദിന് ജമാഅത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. ആ നിസ്കരിക്കണ നേരത്ത് ഒരാളെ കൂട്ടുവരും. ക്ലാസ് റൂമിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഉസ്താദ് ഇങ്ങനെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ നിസ്കരിച്ച്, ഞാൻ നിസ്കരിച്ചിട്ടില്ല, എനിക്കൊരു ഇമാമായിട്ട് ആരെങ്കിലും വരുമോ, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിസ്കരിക്കുകയുള്ളൂ. അങ്ങനത്തെ ഇബാദത്തിൽ ഭയങ്കര കണിശതയുണ്ടായിരുന്ന മഹാൻ. ജീവിതം തന്നെ വാക്കുകളും അങ്ങനെയാണ്. അള്ളാഹുയുടെ ഖബറിന് സ്വർഗ്ഗത്തൊപ്പായി കൊടുക്കുമാറാട്ടെ. നമ്മൾ ഹുസൈൻ ദാരിമി ഉസ്താദ് പറഞ്ഞ പോലെ ഉസ്താദ് നാട്ടിലുണ്ടാക്കിയ മദ്രസകളും പള്ളി ദർസുകളും ഇതന്നെ ഖബറിലേക്ക് വലിയ സമ്പാദ്യമാണ്. ദാറുൽ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥി, ഏത് മുതഅല്ലിം പഠിക്കുന്ന ഇൽമിന്റെയും ഒരംശം അതിന്റെ കൂലി ആർക്ക് കിട്ടുന്നുണ്ട്? ഉസ്താദിന് കിട്ടുന്നുണ്ട്, ബാബുട്ടേജ് കിട്ടുന്നുണ്ട്, ബഷീർ ഉസ്താദിന് കിട്ടുന്നുണ്ട്. നമ്മുടെ അവിടുന്ന് അതിന്റെ സ്ഥാപകരായി അതിന്റെ നേതാക്കന്മാരെ കഴിഞ്ഞുപോയ ഒരുപാട് മഹത്തുക്കൾക്ക് ആ പുണ്യം കിട്ടിക്കൊണ്ടിരിക്കുക. അവരൊക്കെ വലിയ മുതലാളിമാരായിട്ട് ആഖിറത്തിലേക്ക് പോയത്. ജീവിക്കുമ്പോൾ ഭയങ്കര സാധുക്കളാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ 700-800 രൂപ ശമ്പളം വാങ്ങിയിരുന്ന കാലത്ത് ദാറുൽ ഹുദക്ക് ഒരു മാസം സ്വന്തമായിട്ട് ഒരു ചാക്ക് ഉപ്പ് ഉസ്താദിന്റെ വകണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഉസ്താദ് ദാറുൽ ഹുദക്ക് സംഭാവന പിരിക്കാൻ പോണ ആളെന്നെ വലിയ മുതലാളിയായിരിക്കും. 5 പൈസ കൊടുക്കണുണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ കാലം. വലിയ കോടീശ്വരന്മാരായ ആളാണെങ്കിൽ തന്നെയും ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞിട്ടാ ചെല്ല. ഇയാൾക്ക് സ്വന്തം നടത്താൻ പറ്റുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടാവും. പക്ഷെ പൈസ ചോദിക്കും. ഉസ്താദിന്റെ കയ്യിലില്ല. ഉസ്താദിന് ഒരു ചാക്ക് ഉപ്പ് കൊടുക്കാനേ പറ്റുള്ളൂ. അതിനെ ഉസ്താദിനടുത്ത് വകുപ്പുള്ളൂ. അത് സ്ഥിരമായി ദാറുൽ ഹുദക്ക് കൊടുത്തിരുന്ന ബഹുമാനപ്പെട്ടവർ. ഉസ്താദ് അത് കൊടുക്കാനേ പറ്റുള്ളൂ. ഒരു ചാക്ക് ഉപ്പ് അത് ഉസ്താദ് സ്ഥിരമായിട്ട് കൊടുക്കും. സ്വന്തം സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുകയാണ്. മക്കളുടെ വിവാഹത്തിന്റെ വിഷയത്തിൽ നോക്കിയത് സമ്പത്തല്ല. നമ്മുടെ വിവാഹ ദൂരത്തിനെതിരെയുള്ള മുസ്ലിം ലീഗിന്റെ ആ ഒരു രംഗപ്രവേശനം വളരെ ആശീർവാദം അർഹിക്കുന്ന ഒരു വലിയ ഒരു മുന്നേറ്റമാണ്. പക്ഷേ അതിന്റെയൊക്കെ മുമ്പ് ജീവിച്ചു കാണിച്ചു കൊടുത്ത മഹാനാണ്. ഉസ്താദിന്റെ മകളെ കെട്ടിക്കുന്ന സമയത്ത് ദാറുൽ ഹുദയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി എന്ന ദാറുൽ ഹുദയുടെ ഖജാൻജിയാണ്. കുഞ്ഞാപ്പു ഹാജി നമ്മുടെ സൈദലി ഹാജിയൊക്കെ ഉണ്ട് കോട്ടക്കലിലെ. അവരൊക്കെ പറഞ്ഞു, ഉസ്താദ് എന്താ ഭക്ഷണം ഉണ്ടാക്കുന്ന, കാര്യമായ ഒരു പോത്തിറച്ചിയും നെയ്ച്ചോറ ബിരിയാണിയൊക്കെ എന്താ വേണ്ട ഉസ്താദ് പറഞ്ഞാൽ മതി, നിങ്ങൾ നടത്തിക്കോളാം. പറഞ്ഞു അത് കല്യാണത്തിന്റെ ഞാൻ തന്നെ നടത്തിക്കോളാം. നല്ല കുമ്പളങ്ങ കറിയും സാധാ ചോറും വെച്ചു കൊടുത്തു ഉസ്താദ്. അതിൽ ഇറച്ചിയൊക്കെ ആർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത്ര ഉസ്താദിന് കഴിയുള്ളൂ, അത് മതി. നമ്മളെ കാണുന്ന ആയിക്കോട്ടെ, ഉസ്താദിന് ഇപ്പൊ ആഗ്രഹം ബിരിയാണി എന്നെ കൊണ്ട് കഴിയല്ലോ, അപ്പൊ മുതലാളിമാർ ക്യൂ നിൽക്കുകയാണ് ഒന്ന് പറഞ്ഞാൽ അവർ നടത്തി കൊടുക്കും. പക്ഷെ ഉസ്താദ് ചെയ്തില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അവരൊക്കെ കല്യാണം കഴിച്ചിട്ട് അല്ല ഉസ്താദെ നിങ്ങളിപ്പോ ഇങ്ങനെ ആക്കേണ്ട വല്ല കാര്യം തന്നെ, വലിയ വലിയ ആലിമ്യങ്ങൾ നേതാക്കന്മാരൊക്കെ വരുമ്പോ ഈ കുമ്പളങ്ങക്കറിയും ചോറും വെറുംചോറൊക്കെ ഇപ്പൊ ആർക്ക് ഇന്നത്തെ കാലത്ത് ഉസ്താദ് പറയാ അത് മതി, എനിക്കതല്ലേ കഴിയുള്ളൂ, നമുക്കത് മതിയല്ലോ. കെട്ടിച്ചു കൊടുത്ത് ഇപ്പോ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഉസ്താദ് നോക്കിയത് ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെ വേദ് പറഞ്ഞാലും എങ്ങനെ വേദ് കേട്ടാലും കല്യാണമൊക്കെ ആലോചിച്ച് വരുമ്പോഴേ എന്താ ഇപ്പൊ വരുമാനം, വലിക്കാൻ വല്ലതുണ്ടോന്നോ നോക്കാം. പണ്ടത്തെ കാലത്തൊക്കെ എന്താ വലിക്കാനുള്ളത്, സിസറല്ല ഏത് തെങ്ങും വന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വരുമാനം ഉണ്ടോന്ന് ഉസ്താദ് അത് നോക്കിയില്ല എന്നതിൽ അത്ഭുതം. ഉസ്താദിനെ പറയാറുണ്ട്, അളിയന്മാരൊന്നും 5 പൈസ കയ്യില്ലാത്ത ആൾക്കാരുണ്ട് ഉസ്താദ് കെട്ടിച്ചു കൊടുക്കുമ്പോൾ. പക്ഷെ മദ്രസാ മാലിന്യങ്ങൾ ആരാ മദ്രസാ മാലിന്യങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കല്? ഗൾഫിലെ മാലിന്യമാണ് ഇപ്പൊ കല്യാണം കഴിച്ചു തരും. നാട്ടിലെ മദ്രസാ മാലിന്യങ്ങൾക്ക് ആരെ കല്യാണം കഴിച്ചു കൊടുക്കല് ഉണ്ടോ? ഉസ്താദിന്റെ മക്കളെ കല്യാണം കഴിച്ചവരൊക്കെ മദ്രസാ മാലിന്യങ്ങളാണ്. ഉസ്താദ് പറയാണ് അന്ന് അവരെ കയ്യിൽ 5 പൈസ, ഇന്ന് അവരൊക്കെ വളരെ റാഹത്തിലാണ്. വാപ്പ നോക്കിയത് എൽമായിരുന്നു, നല്ല അച്ചടക്കമുള്ള മക്കളാവണം, അങ്ങനെ നോക്കി കല്യാണം കഴിച്ചു കൊടുത്തത്. പല ഭാഗം തിരൂരും വയലത്തൂർ ആ ഭാഗത്തൊക്കെ ഉണ്ട് ഉസ്താദിന്റെ മക്കൾ കല്യാണം കഴിച്ചു പോയവര്. അങ്ങനെ കല്യാണം കഴിഞ്ഞ പിറ്റേന്നാണ് ഒരു രസകരമായ സംഭവം ഉണ്ടായത്. ഭാര്യ പറഞ്ഞു, അല്ല പെണ്ണിന്റെ പിറക്കുന്ന പോകണ്ട, നമ്മൾ ഈ അടുക്കള കാണാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ ഉസ്താദ്, അതിനൊന്നുമില്ല. ഭാര്യ പറഞ്ഞു, അല്ല നിങ്ങൾ പോയിട്ട് വിവരറിഞ്ഞിട്ട് വരും. ഒരു മകളെ ഇന്നലെ കെട്ടിച്ചു പോയത്, ആ കെട്ടിച്ച പുരക്ക് വാപ്പൊന്ന് ചെന്ന് നോക്കണ്ട, അതിന്റെ മര്യാദ അങ്ങനെയല്ലേ. ഞാൻ പോകണോ? അങ്ങ് പോയിക്ക് വിവരന്വേഷിച്ച് വരും, മനുഷ്യന്മാരെന്താ പറയാ, നന്നായി പോയിക്കോളാന്ന് പറഞ്ഞു. ബസ്സേരി പോയി, തിരൂര് പോയി ബസ്സേരി ചെന്നു, കണ്ടു. വൈകുന്നേരം അങ്ങ് തിരിച്ചു വന്നു. ഒന്നും പറയണില്ല ഉസ്താദ് വിവരം. അല്ല നിങ്ങൾ പോയില്ലേ എന്ന് ചോദിച്ചു. ഭാര്യ ചോദിച്ചു. ഉസ്താദ് പറയാ, സ്ഥലം ഉമ്മ ചോദിച്ചു, നിങ്ങൾ പോയില്ലേ? അങ്ങ് പോയി. എന്താ നിങ്ങൾ വർത്താനൊന്നും പറയാത്തത്? അവിടുത്തെ വിവരം എന്താണ്? വർത്താനൊക്കെ എന്താ പറയാ? ഞാൻ ചെന്ന് നോക്കുമ്പോ അവിടെ കുളിക്കണ സ്ഥലത്ത് മട്ടലൊക്കെ ഇങ്ങനെ കീറിപ്പറഞ്ഞ്, അതിന്റെ അപ്പുറത്തൊരു പഞ്ചായത്ത് റോഡുണ്ട്, ഇവര് കുളിക്കണം തിരുമ്പണതൊക്കെ മനുഷ്യന്മാർ കാണൂലേ, എനിക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല. ഞാൻ അവിടെ ചെന്ന് കുറെ മട്ടലൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ നല്ല മറയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു. എന്നിട്ടോ
പിന്നെ എന്താ കുട്ടിന്റെ വർത്താനം എന്താ? കുട്ടിന്റെ വർത്താനം ഞാനോട് ചോദിച്ചു, ഇന്നലെ അദ്ദാദറാത്തീവ് ചൊല്ലിയോ ഇന്നലെ രാത്രി? ഓള് പറഞ്ഞു, അപ്പാ കല്യാണത്തിന്റെ അന്ന് രാത്രിയൊക്കെ ഓൾ അദ്ദാദറാത്തീവ് ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓളെ വർത്താനൊന്നും ചോദിച്ചില്ല. ഓൾ അദ്ദാദറാത്തീവിനെ ചൊല്ലിയിട്ടില്ലല്ലോ, ഇനി എന്തിനാ ഓളെ വർത്താനം അറിയുന്നത്? സുബ്ഹാൻ, ഇങ്ങനെ പറഞ്ഞ മഹാനാണ് ഇത് ഉസ്താദ്. ഇതൊക്കെ ഭയങ്കര മെസ്സേജാണ്. ഇത് ഭയങ്കര മെസ്സേജാണ്. നമ്മൾ അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടോന്നാ ചെന്ന് നോക്കല്ലേ? അടുത്ത ഫ്രിഡ്ജൊക്കെ എന്താ പഴയതാണോ? ഗ്യാസ് അടുപ്പറ്റിനെയാണോ അല്ല വിറകാണോ കത്തിക്കുന്നത്? നമ്മൾ ഇതാ ചെന്ന് പാളി നോക്കുന്നത്. അവിടുത്തെ ദീനാ നോക്കിയത്. ഇങ്ങനൊരു ഭയങ്കര ജീവിതം മെസ്സേജ്. നമ്മളിപ്പോ ഒരു അനുസ്മരണത്തിലൊന്നും ഇത് കണ്ടുപഠിച്ച് അനുഭവിച്ച് മനസ്സിലാക്കേണ്ട, ഡൈജസ്റ്റ് ചെയ്യേണ്ട ഒരു വിഷയത്തിന്റെ ജീവിതം, ലൈഫ് അങ്ങനെയാണ്. ആ ആളുകളാണ് ഇപ്പൊ ഇന്ന്. അന്ന് അവർക്ക് സമ്പത്തൊന്നുമില്ല, പക്ഷേ ഉസ്താദ് പറയും ഇന്ന് അണിയന്മാരൊക്കെ വളരെ റാഹത്തിൽ അല്ലാഹു അനുഗ്രഹം ചെയ്തു. അവരൊക്കെ അന്തസ്സിലാണ്. തുടങ്ങുന്ന സമയത്ത് ഒന്നുമില്ല, വാപ്പ കെട്ടിച്ചു കൊടുത്തതും ദീന് നോക്കിയിട്ടാണ്. അങ്ങനത്തെ മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ. യാ അല്ലാഹ്, ഉസ്താദിന്റെ ആ ഒരു സാന്നിധ്യമാണ് സമസ്തയുടെ വളർച്ച. സമസ്തയുടെ ജമിയത്തുൽ ഉലമക്കും ജമിയത്തുൽ മുഅല്ലിമീനും നമ്മുടെ മദ്രസാ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നത് ഉസ്താദിന്റെ വലിയൊരു സാന്നിധ്യം അതിലുണ്ട്. വലിയ സാന്നിധ്യം. മഹല്ലുകൾ തോറും നടന്നു ചെന്ന് ഉസ്താദിനെ അറിയാത്ത പഴമക്കാരുണ്ടാവില്ല. എതിർസോസിയാർ യാ അല്ലാഹ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. നടന്നിട്ടും വണ്ടി കിട്ടിയിട്ടും കിട്ടാതെയും അങ്ങനെ വല്ല പള്ളിച്ചെരുവിലോ എവിടെയെങ്കിലും കിട്ടിയെടുത്ത് കടന്നുറങ്ങിയിട്ടും ഉറങ്ങാതെയും അങ്ങനെ നടന്നിരുന്ന ഇപ്പൊ സമസ്തയുടെ പിറപ്പിന്റെ കാലത്തൊക്കെ ഉസ്താദ് അനുഭവിച്ച വിഷയം പറഞ്ഞില്ലേ, ഏത് പരിപാടിക്ക് അങ്ങോട്ട് പോവാണ്. ഈ KSMസിലേരോടെ പറഞ്ഞ പോലെ ഉണ്ടോ എന്നാൽ നേരെ ഉസ്താദിന്റെ ബാഗ് ഒന്നും ഉണ്ടാവില്ല, കള്ളം അതും പൊക്കിയെന്നാ പറഞ്ഞേ. സുബ്ഹാനല്ലാഹ്. പിന്നെ തിരിച്ചുകൊണ്ടേ കൊടുത്തു. എന്തായാലും ഒന്നുമില്ല, ഉസ്താദിന്റെ ഒരു റിക്വസ്റ്റ് ചെല്ലുന്ന ഏടെ ഒരു ദസ്ബി ഉണ്ടാവും, പൈസ ഉണ്ടാവും വിചാരിച്ചെടുത്ത്. എപ്പോഴും ഉസ്താദിന്റെ കറുത്ത ബാഗ് ഉണ്ട്, അതിലൊന്നുമില്ല. അതിലൊരു ദിക്ർ ചൊല്ലുന്നൊരു ഏടാണുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു പച്ച പാവമായിരുന്ന വലിയൊരു മഹാൻ. യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹും എന്ന ഭയങ്കര ഇൽമു, വലിയ ആലിമായിരുന്നു, ഫഖീഹായിരുന്നു. ഫിഖഹിന്റെ ഇൽമുണ്ട്, തസവുഫുണ്ട്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തസവുഫും ഫിഖഹും രണ്ടാൽ ഒന്ന് ഒരിക്കലും ആയി പോകരുത്. വെറും മുതസവ്വിഫായി പോയാൽ ഒരുപക്ഷെ ദീനിന്റെ അഖീദയിൽ നിന്നോ ദീനിന്റെ ഫിഖഹിൽ നിന്നോ തെന്നിമാറിയേക്കും. ഫിഖ് മാത്രമായി കഴിഞ്ഞാൽ കർക്കശമായ നിലപാടുകൾ എടുക്കേണ്ടി വരും. ഫഖീഹാണോ ഫിഖുണ്ടോ തസവുഫും വേണം, തസവുഫുണ്ടോ ഫിഖ് വേണം. ഇത് രണ്ടും കൂടെ വേണം, ഒന്നും ഒറ്റക്കാവാൻ പാടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉസ്താദ് ഇത് രണ്ടും ഒരുമിച്ചുണ്ടായിരുന്ന മഹാനാണ്. അങ്ങനെയുള്ള ആ ഒരു ജീവിതത്തിന്റെ അവസാനത്തേക്ക് വന്നാൽ ഞാൻ ആദ്യം തുടങ്ങി വെച്ചത് ആ ഒരു പോയിന്റ് എന്നാണ്. ഉസ്താദിന്റെ ആ ഒരു മനുഷ്യൻ തബസ്സും ബർ ലബസ്ത്, മരിക്കുമ്പോൾ പുഞ്ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ ആ മഹത്വം ഉസ്താദിന് ലഭിക്കുകയാണ്. പുതുപ്പറമ്പ് പള്ളി ഇപ്പൊ ഭയങ്കര വികസനം നടക്കുന്നുണ്ട്. പുതുപ്പറമ്പ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അല്ല, പള്ളി പണിയാ കഴിഞ്ഞോ? എത്ര കോടിയാണ് പദ്ധതി എന്ന് പറഞ്ഞത്? പുതുപ്പറമ്പേര് മാത്രമാണ് നടത്തുന്നത് അല്ലേ? 3 കോടി 4 കോടി. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ. അപ്പോ നാട്ടുകാർക്കറിയും ഉസ്താദ് അന്ന് വഫാത്താകുന്നതിന്റെ തലേന്ന് ആ പള്ളിയിലേക്ക് ചെന്നു. അപ്പൊ ഉസ്താദ് ഞാൻ ഇമാമ് കെട്ടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവിടുത്തെ കാലയിൽ ഉസ്താദ് ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ആയിക്കോട്ടെ ഉസ്താദെ, സന്തോഷമില്ലുള്ള ഉസ്താദ് എന്നുള്ളിതാണ്. ഉസ്താദ് നിസ്കരിച്ചു. ദുആക്കെ കഴിഞ്ഞു, സുന്നത്തെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞു. എന്റെ ഒരു ഉറുദിയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പൈസ ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കണം കേട്ടോ. ആരൊന്നും എന്ത് പറയാൻ ഉസ്താദെ, ഞങ്ങളാർക്കും പൈസ ഒന്നും ഇടപാടൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നമ്മുടെ അവിടെ ഒരാളുണ്ട്, ആളുടെ മൂപ്പർക്ക് ഞാനൊരു 5 റുപ്യ കൊടുക്കാനുണ്ട്. അപ്പൊ കുട്ടികൾ ആരെങ്കിലും ടോർച്ചുള്ളവരുണ്ട്, അന്ന് മഴയുണ്ട്, കൊടയും ടോർച്ചുള്ള കുട്ടികൾ ആരെങ്കിലും കൂടെ ഒന്ന് വരും, മൂപ്പരെ പൊരിക്കുന്നു പോയി 5 റുപ്യ കൊടുക്കാൻ. എന്താ ഉസ്താദ് 5 റുപ്യൊക്കെ ഇപ്പൊ ആർക്കാ വേണ്ടത് ഈ കാലത്ത്? ഉസ്താദ് ഇപ്പൊ അതിനല്ല, അത് നാളെ രാവിലെ കൊടുത്താൽ പോരല്ല, എനിക്ക് ഇന്ന് കൊടുക്കണം, ഇന്ന് എനിക്ക് കൊടുക്കണം. ഇന്ന് രാത്രി പിറ്റേന്ന് സുബൈക്ക് വഫാത്താൻ പോകുന്ന ആളാണിത്. ഇത് മനസ്സിലാക്കണം. സമസ്തയുടെ ആലിമീങ്ങളുടെ വലിയൊരു അത്ഭുതം ഇതാണ്. അതാണ് നമ്മൾ ഈ പക്ഷത്ത് ഖൈറുണ്ട്, ഇവിടെയാണ് ഖൈറുള്ളതെന്ന് പറയാൻ കാരണം. ഒരു കുട്ടിന്റെ കൂടെ പോയി പൊരീച്ചെന്നാൾ വിളിച്ചു പറഞ്ഞു, അള്ളാഹ് ബുദ്ധിമുട്ടായ ഈ രാത്രി ഉസ്താദ് എന്തിനാ ഈ ഇരുട്ടത്ത് ഇതൊക്കെ തപ്പിത്തടഞ്ഞ് വന്ന ഉസ്താദ് 5 റുപ്യക്ക് ഉസ്താദിനെ ഞാൻ പൊരുത്തപ്പെട്ടെന്നല്ലോ എന്നാണ്. ഉസ്താദ് ആ പൈസ കൊടുത്തു, അല്ലത് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, തിരിച്ചു വന്നു. പൊരിലൊക്കെ ചെന്ന് പെണ്ണുങ്ങളോട് പറയണം, ഭാര്യയോട് പറഞ്ഞെന്ത് നല്ല മധുരമുള്ള പായസം ഉണ്ടാക്കുന്നു. അള്ളാഹ്, ഷുഗറിൽ നിങ്ങൾക്ക് ഈ പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഷുഗറല്ലേ നിങ്ങൾക്ക്, നീ പായസം ഉണ്ടായിക്കോ, അന്ന് സാരമില്ല, എപ്പോഴെങ്കിലൊക്കെ അല്ലേ അത് കുടിക്കാലോ എന്ന് പറഞ്ഞു. അത് കുടിച്ചു. റാഹത്തിരുന്നിട്ട് ഭാര്യയോട് ചോദിക്കാണ്, ഞാനിപ്പോ നാളെ മരിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ഈ കുറെ ഉണ്ടെന്ന് ഒരോളിക്കൂലേ? മലപ്പുറം മലയാളം അങ്ങനെയാണല്ലോ.
എനിക്ക് വല്ലതും അറിയോ, മരിച്ചാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഉണ്ടായിരിക്കും അന്തിപ്പാതിരാക്കി മരിച്ചിന കഥയെന്ന് പറയും. ആ സമയത്ത് ഉസ്താദ് സുന്നി അഫ്കാറിൽ എഴുതുന്ന ലേഖനം മരണത്തെ സംബന്ധിച്ചാണ്. ആ ആഴ്ചയിൽ നടക്കുന്ന ചർച്ച അതാണ്. ഉസ്താദ് ഭാര്യയോട് ചോദിക്കുകയാണത്, നിങ്ങൾക്കറിയോ? അപ്പൊ കണ്ണ് ചുമ്മി കൊടുക്കണം, താടി കെട്ട കൊടുക്കേണ്ടതും വയറ്റത്ത് ഭാരം വെക്കേണ്ടതും കിബിലക്ക് തിരിച്ചു കിടത്തേണ്ട കാര്യങ്ങളൊക്കെ അന്ന് രാത്രി പറഞ്ഞു കൊടുത്തിട്ട് അന്തസ്സിൽ എല്ലാ ദിക്റും ചൊല്ലിയിട്ട് കിടന്ന ആ ഒരു കിടപ്പിലാ ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്താകണത്. അറിഞ്ഞു മരിക്കാൻ പോവാണെന്നറിഞ്ഞു ഇടപാടുകളൊക്കെ തീർത്തു. ആൾക്കാർ നാട്ടുകാരുടെ കൂടെ ഒരുമിച്ച് ദുആ ചെയ്തു. എല്ലാ ഇടപാടുകളും ഹക്കിടപാടുകളും ചെയ്തു തീർത്തു. മരണത്തിന് ശേഷം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പറഞ്ഞെടുത്തു. നല്ല റാഹത്തിൽ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹു തആല ചിലരെ ഉറക്കത്തിലായിട്ട് മരിപ്പിക്കുന്നതാണ്. കുഴപ്പമില്ല, ദിക്ർ ചൊല്ലി കടന്ന കിടപ്പാണെങ്കിൽ അത് നല്ലൊരു അലാമത്താണ്. അങ്ങനെ വഫാത്തായ ബഹുമാനപ്പെട്ട ഇദ്രീസ് ഉസ്താദ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ത്യം ഭയങ്കരമാണ്. ആഖിബത്ത് ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ. ഏതൊരു കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് അതിന്റെ അവസാനം എങ്ങനെ എന്ന് നോക്കിയിട്ടാണ്. അതിന് മുമ്പ് നമുക്ക് എന്തും തലകുത്തിയും അറിയാൻ പറ്റും, എന്ത് ബടായി നമുക്ക് പറയാൻ പറ്റും, ആരെപ്പറ്റി നമുക്ക് എന്തും പറയാൻ പറ്റും. അതൊന്നുമല്ല, മരിക്കുന്ന നേരം വരെ കാത്തിരിക്കണം നമുക്ക്. ആഖിബത്ത് എങ്ങനെയായി, ഇത് മഹാനായ ശംസുൽ ഉലമയിൽ, മഹാനായ കണ്ണീത്ത് ഉസ്താദില്, ബഹുമാനപ്പെട്ട നമ്മുടെ KT ഉസ്താദ് മാനു മുസ്ലിയാർ അവറുകൾ എന്താ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഞാൻ യാത്ര പോവുകയാണെന്ന് പറഞ്ഞ് ആ ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയ കോഴിക്കോട് കടപ്പുറത്തെ സംസ്ഥയുടെ സമ്മേളനത്തിൽ നിന്ന് യാത്ര ചോദിച്ചു പോകാനും അവരുടെയൊക്കെ ദ്വാ കിട്ടാനും ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുന്നൊരു സൗഭാഗ്യം നോക്കി നിങ്ങൾ. ഇതൊക്കെ നമ്മുടെ ആലിമീങ്ങളിൽ മാത്രം കാണുന്ന സവിശേഷത. ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത് ഹക്കിന്റെ മാർഗമാണോ അല്ലേ എന്നറിയാൻ സാധാരണക്കാർക്ക് ഇത്രേ പറ്റുള്ളൂ. അല്ല നമുക്കൊന്ന് മനുഷ്യന്മാരുടെ കൽബ് ഊരി നോക്കി ആരതാ ശരി, ഏത് കിതാബ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ ജീവിച്ചു കണ്ട അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഹക്കിന്റെ മാർഗത്തിൽ ജീവിച്ചു, അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ചു, ആഖിബത്ത് അന്തസ്സിൽ ഒരു മുഅ്മിന് മരിക്കണ പോലെ മരിച്ച അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇദ്രീസ് ഉസ്താദിലുണ്ട്, വഫൂട്ടി ഹാജികളുണ്ട്, മുസ്ലിയുടെ എല്ലാ ആലിമ്യങ്ങളും അങ്ങനെയല്ലേ. വലിയ അത്ഭുതമല്ലേ, ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്നു പറയാൻ കാരണം അതാ. ദാൽഹുദലി ഉമ്മനോട് ശംസുൽ ഉലമയുടെ വിഷയത്തിൽ ഇത് വലിയൊരു അത്ഭുതമാണ്. ഞങ്ങൾക്ക് ഫിഖ് പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ ഉസ്താദ് എന്ന് ആ വിഷയത്തിൽ ഉസ്താദിന്റെ ശംസുൽ ഉലമ അവരുടെ ഖിദ്മത്തിന് ബഹുമാനപ്പെട്ട ജലീൽ ബാഖവി ഉസ്താദ് അവറുകൾ, നമ്മുടെ അബ്ദുസ്സലാം ദാരിമി ഉസ്താദിന്റെ അനിയൻ, ഉസ്താദ് അനുഭവം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവറുകൾ ആ റൂമിൽ നിന്ന് വന്ന ആളുകളോട് ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തു പോകി, ഇവിടെ വേറെ ചില ആളുകൾ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, റൂമിലൂടെ പുറത്തു പോകാൻ ഫാത്തിമ ഹോസ്പിറ്റലിൽ നിന്ന് റൂമിലൂടെ പുറത്തു പോകാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പുറത്തുപോയി. അപ്പോ ഈ വരുന്നുണ്ടെന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ല. അപ്പൊ അവര് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കാണ് ഉസ്താദിന്റെ വഫാത്ത് സംഭവിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും, ആശ്വസിപ്പിക്കുന്ന ഖുർആൻ പറഞ്ഞു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു, ഒരു പേടിക്കേണ്ട കേട്ടോ. ഇങ്ങനത്തുള്ള അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണില സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ചരിത്രമല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മൾ കാണുകയോ കേൾക്കാൻ ഇടവരുകയോ ചെയ്ത മഹത്തുക്കളിൽ അള്ളാഹു ഇത്തരം നന്മകൾ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ മാർഗത്തിൽ പിന്തുടരാന്നല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ ഇത്തരക്കാരുടെ ബഹുമാനയുടെ ഉസ്താദിനെ അറിയാത്തവർ പോലും ഈ സദസ്സിലേക്ക് എന്തോ ഒരു ഉസ്താദിനോടുള്ള ഹുബ്ബുകളിൽ എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ദീൻ ജീവിക്കാനുള്ളതാണ്, ദീൻ ജീവിച്ച് കാണിക്കാനുള്ളതാണ്. ദഅവത്ത് എന്ന് പറഞ്ഞതാണ് ജീവിച്ച് കാണിക്കലാണ്. അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരൊക്കെ ലക്ഷീകരിച്ചതും ഇതായിരുന്നു. താൽഹുദയുടെ മക്കൾ എല്ലായിടത്തും എത്തിയിട്ട് ദീന്റെ ദഅവത്ത് പൂർത്തിയാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ദീനിന് എന്താണ് നബി തങ്ങൾ ബാക്കി വെച്ചത്? ബഹുമാനപ്പെട്ട ബാബുട്ടി ഹാജി അവറുകളൊക്കെ എപ്പോഴും പറയാറുള്ള ബാബുട്ടി ഹാജി അവറുകൾ അള്ളാന്റെ വലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ അത്രയും ഒരു അമീറാണ്. അൽ ഉലമാ സുൽഫാനി മിൻ ഉമ്മത്തി ഇദാ സുലുഹൽ എന്താണ് സുലുഹൻ നാസു ജമീഅ അല്ലേ, അൽ ഉലമാ വൽ ഉമറാ. ബഹുമാനപ്പെട്ട നമ്മുടെ ഉമർലി ശിഹാബ് തങ്ങൾ അവരുടെ ഏത് പ്രഭാഷണത്തിൽ ഹദീസ് ഉദ്ധരിക്കുമായിരുന്നു.
സിംഫാനി മിൻ ഉമ്മത്തി ഇദാ സുലഹ സുലഹൻ നാസു കുല്ലുഹും, ജനങ്ങൾ മുഴുവൻ നന്നാവാൻ രണ്ടു കൂട്ടർ നന്നായാൽ മതി. അൽ ഉലമാ, ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങൾ നന്നാവണം, അവർ അല്ലാഹുവിനെ പേടിക്കുന്ന ആൾക്കാരാവണം. വൽ ഉമറാ, കയ്യിൽ പൈസയുള്ള ആൾക്കാർ, അമീറന്മാർ, നേതാക്കന്മാർ അല്ലാഹുവിനെ പേടിക്കുന്നവരായാൽ നാട് മുഴുവൻ നന്നാവുന്നു. ബാപ്പുട്ടി ഹാജി ഒരു അമീറാണ്, എന്നാൽ നല്ല പൗരപ്രമുഖനാണ്. ബഹുമാനപ്പെട്ടവർക്ക് ചെമ്മാട് ഉള്ളാട്ട് ഹാജിയാരുടെ ക്ലിനിക്കിൽ പോയിരുന്നാൽ രോഗികൾ 10-200 രോഗികൾ വരാത്ത ദിവസമല്ല. ഹാജിയാരുടെ ഒരു കൈപ്പുണ്യുണ്ട്, ഹാജിയാർ എഴുതി കൊടുത്താൽ അത് സുഖാവും. അങ്ങനത്തെ ഒരു മഹാനം. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് 2 മണിക്കൂർ ചികിത്സ, ബാക്കി മുഴുവൻ നേരം ദാർഹുദയിൽ. ഹാജിയാരോട് ചോദിക്കുകയാണ്, എന്ത് അല്ല ദാർഹുദ ഇങ്ങനെ നിങ്ങൾ ഇട്ടേച്ചു പോയാൽ ആചാര്യ നിങ്ങളെ പോലത്തെ ഈമാനം ആവേശമൊക്കെ പിൻഗാമികൾക്ക് ഉണ്ടാവും. ഒരു വരുമാനം വേണ്ട, സ്ഥിര വരുമാനം വേണ്ട. നമ്മളൊക്കെ ഏത് വിഷയത്തിലും ഒരു സ്ഥാപനത്തിനോ പ്രസ്ഥാനത്തിനോ ആഗ്രഹിക്കുന്ന വിഷയ വരുമാനം വേണ്ടേ എന്ന് മനുഷ്യന്മാരോട് ചോദിക്കാൻ പറ്റുമോ? സജീവമായ ചർച്ച നടന്നു ആചാര്യ ജീവിച്ചിരിക്കുന്ന കാലത്ത്. ആചാര്യ ഒരൊറ്റ വർത്താനം പറ്റില്ല, നമുക്ക് ഒരു ബിൽഡിങ്ങും വേണ്ട, ദാൽഹുദന്റേതായിട്ട് ഒരു കോംപ്ലക്സോ ഒന്നും നമുക്ക് വേണ്ട. ആചാര്യ പിന്നെ എങ്ങനെ അതൊക്കെ നടന്നു പോവുക? അജൊരു ചോദ്യം ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുമ്പോ സ്വഹാബത്തിന് ഇസ്ലാമിന്റെ പേരിൽ തോട്ടവും തുടക്കം എടുത്തെടുത്തിട്ടാണോ നബിതങ്ങൾ പോയത്? അല്ല, സ്വഹാബത്തിന് അതിന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നബിതങ്ങൾ സജ്ജമാക്കിയത് ദീനിനെ സ്നേഹിക്കുന്ന കുറെ ആളുകളെയാണ്, സ്വഹാബത്തിന്. എന്ന പോലെ ദാറുൽ ഹുദയെ സ്നേഹിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ ഈ സ്ഥാപനം വളരും. ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി അവറുകൾ വഫാത്തായ ഉടനെ ഹാജിയാരുടെ കോണ്ടാക്ട് ഉപയോഗിച്ചപ്പോ ഈ കേരളത്തിന്റെ പുറത്തുള്ള സർവ്വ ദഅവത്തും നടന്നിരുന്നത്. ബാപ്പുട്ടി ഹാജി ഒരു വ്യക്തിയുടെ സ്വാധീനം. ചെമ്മാടും തിരൂരും അതുപോലെ വേങ്ങരയും ഒക്കെ ഉള്ള ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകൾ കർണൂലിലും നന്ദ്യാലിലും മദനപ്പള്ളിയിലും ഷിമോഗയിലും അങ്ങനെ ബോംബെയിലും ഗുജറാത്തിലും ഒക്കെ വർക്ക് ചെയ്യുന്ന മലയാളികളായ ചെമ്മാട്ടുകാരും പരിസരത്തുകാരും കോഴിക്കോട്ടുകാര് അധികം ചെമ്മാട് പരിസരത്തുകാര്, വേങ്ങര, കോട്ടക്കൽ, ഈ ഭാഗത്ത് വരപ്പനങ്ങാടി, ഇവിടെയൊക്കെയുള്ള ആളുകൾ ബാംഗ്ലൂരിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന ആളുടെ കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഹാജിയര് ഫോൺ ചെയ്തിട്ടാ പറയാ, ഇതാ റമളാൻ മാസം ആവുമ്പോ നിന്റെ മക്കള് അങ്ങോട്ട് വേള പറയാൻ വേണ്ടി വരും ഉറുദൂല്. അവർക്ക് നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട, അവർക്ക് തല ചായ്ക്കാൻ ഒരു കുറച്ച് സ്ഥലവും അവരുടെ ഭക്ഷണങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് വേള പറയാനുള്ള പള്ളികൾ ഏർപ്പാടാക്കി കൊടുക്കും, ഇതുപോലെ വേള പറയും, ദീൻ പഠിപ്പിക്കും, ഉറുദു പഠിക്കാനും ഉറുദുവിൽ വേള പറയാനും വരികയാണ്. നിങ്ങൾ ഒന്നും അവർക്ക് കൊടുക്കണ്ട, അവരുടെ ചെലവൊക്കെ ദാൽഹുദ വഹിക്കും, പോകാനുള്ള ടിക്കറ്റും. ഇങ്ങനെ ഈ ഒരൊറ്റ ബന്ധം കൊണ്ട് ഹാജിയാർ വളർത്തിയെടുത്ത ഇന്ത്യ വലിയ രാജ്യമല്ലേ? നമ്മളിപ്പോ UAE കണക്കാക്കാൻ പറ്റുമോ? വലിയ രാജ്യമല്ലേ? ഹാജിയാരുടെ കോണ്ടാക്ട് ഉപയോഗിച്ചിട്ടാണ് 10-30ഓളം സ്ഥലങ്ങളിലേക്ക് ആദ്യത്തെ യാത്രയിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയച്ചത്. ദാർലുവിന്റെ വാൽവ് വരാൻ, ഉറുദു വാൽവ് വരാൻ വേണ്ടി 1 മാസം മൈസൂരിലായിരുന്നുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഒരിക്കൽ ഗുജറാത്തിലേക്ക് വിട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ സൂറത്തിന്റെ അടുത്ത് വേറെ എന്തൊക്കെ സ്ഥലമൊക്കെ മറന്നുപോയി. ഗുജറാത്തിലും പോണ പോക്കിൽ ബോംബെയിൽ കുറച്ച് വാൽവ് അവിടെയും, പിന്നെ കുറച്ച് ഗുജറാത്തിലും, പിന്നെ ഭോപ്പാലിലും ഇൻഡോറിലും നമ്മുടെ ഇന്ത്യന്റെ മധ്യത്തിലെത്തി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്റെ കൂടെ വന്ന ട്രെയിനിലുണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഡൽഹിക്ക് പോവാൻ, കുറെ ആളുകൾ കൽക്കത്തയിലേക്ക് പോകുന്ന ടീമുണ്ട് കൂടെ, കുറെ ആളുകൾ ഹൈദരാബാദിലേക്ക് പോകുന്ന ആളുകൾ മുമ്പേ വേറെ റൂട്ടിലേക്ക് പോയി. ഇങ്ങനെ ഒരുപാട് റമളാൻ തുടങ്ങുമ്പോൾ പോകും ട്രെയിനിൽ. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു ആ ഒരു ധൈര്യം ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങ് പോവുകയാണ്, ഒരു പരിചയമില്ല. ഉറുദു വർത്താനം പറയാൻ പറയും, ഉറുദു സംസാരിക്കാൻ അറിയും, പിന്നെ ടിക്കറ്റും താളോട് എടുത്തരും, പോകാനും വരാൻ, തിരിച്ചു വരാനായിട്ട് പൈസ തരും. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ അവിടുത്തെ പണിയൊക്കെ കഴിയുമ്പോൾ പെരുന്നാളുമ്പോൾ തിരിച്ച് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോരെന്ന് പറയും. താളോട് പൈസ തരും ടിക്കറ്റിന്റെ. ട്രെയിനിൽ 2-3 ദിവസമൊക്കെയുള്ള യാത്ര ചെയ്തുള്ള ആ ഒരു വലിയ അനുഭവം, ആ ഒരു യാത്ര മുഴുവൻ ഉണ്ടായത് ബാപ്പുട്ടി ഹാജിയുടെ വ്യക്തിബന്ധമായിരുന്നു. അതാണ് അത്ഭുതം. ഹാജിയാരുടെ ബന്ധത്തിലുള്ള ആളുകൾ ബാംഗ്ലൂരിലും കുറേ സ്ഥലമുണ്ട് അല്ലേ? ശരി, പുസ്തകങ്ങൾ പോയ സ്ഥലമൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അല്ലേ? വൽസാട്, വാപ്പി, ഇതെവിടെയാണ്? ഗുജറാത്തില് വാപ്പി, വൽസാട്. നമ്മളവിടെ പോയിരുന്നതല്ല, വിശാഖപട്ടണത്ത്, ഒരുപാട് സ്ഥലത്ത്. ഇന്ത്യ സംസ്ഥാനത്ത് മുഴുവൻ എത്രയെല്ലാം സ്ഥലങ്ങളുണ്ട്. ഇവിടെ മുഴുവനും ഇതുകളെ പറഞ്ഞേക്കും. 2 പേരാ പോകും ഒരു സ്ഥലത്തേക്ക് വേദ പറയാൻ. സുബ്ഹാനല്ലാഹ്. എന്നൊക്കെ നന്ദ്യാലിലെ ഡ്രെയിനേജ് കണ്ടിട്ട് എനിക്ക് ഛർദി പിടിച്ചിട്ട് നമ്മുടെ ഖത്തറിലുള്ള മജീദ് പാവം എന്റെ പുറകുഞ്ഞര 1 മാസം മുഴുവൻ അതിന് ഈ ഡ്രെയിനേജ് ഭയങ്കര അഴുക്കുചാലാണല്ലോ, ഓപ്പൺ അഴുക്കുചാലും. അതിന്റെ വക്കത്തിരുന്നിട്ട് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വർക്കിരിക്കുകയാണ്. ഇത് കണ്ട് റമളാൻ മാസം റഹ്മാനായ റബ്ബേ, നമ്മുടെ നരസിംഹറാവ് മത്സരിച്ച മണ്ഡലിക്കുന്നത് അല്ലേ? നന്ദ്യാൽ
ഇങ്ങനെ ഈ ബന്ധം ഇതൊക്കെ നോക്കിയാൽ ഹാജിയരുടെ ബന്ധത്തെ അവിടെ അബൂക്കർ സാഹിബുണ്ട്, വെളിമുക്കവാത്തുള്ള. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ബന്ധങ്ങൾ. ഹാജിയരുടെ ബന്ധത്തിൽ ഓരോരുത്തരും ഹാജിയർ പറയാം, നിങ്ങൾ എന്റെ കുട്ടികൾക്ക് ഒരു മാസം ഒരു അരിച്ചാക്ക് തരണം. ഹാജിയർ പറയാണ്, നിങ്ങൾ ദാർലുഹുദക്ക് ഇത്ര തരണം, 1,00,000 റുപ്യ ഇപ്പോൾ ദാർലുഹുദക്ക് വേണമെന്ന് പറഞ്ഞ മുതലാളിമാർ എടുത്തു കൊടുക്കുകയാണ്. ഹാജിർ പറയും, നിങ്ങൾക്ക് തിരിച്ച്, ഹാജിർ എപ്പോഴും പറഞ്ഞ വാക്ക, തിരിച്ച് നിങ്ങൾക്ക് ഒന്നും തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും കേട്ടോ. എല്ലാ തിങ്കളാഴ്ചയും അസർസ്കാരത്തിന് ഇപ്പോഴും നടക്കുന്നുണ്ട്. ചെഷീർ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട മഹാനവർ ഉണ്ടെങ്കിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ദുആ നടക്കും. തിങ്കളാഴ്ച ദാർലുഹുദയെ സഹായിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ളവർ, അവർ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കതാ മാനേജർ അംസുഖൊക്കെ അല്ലെ, സ്വദേശത്തും വിദേശത്തുള്ള ദാർലുഹുദയുടെ സ്നേഹികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ദുആ ചെയ്യും. ഹാജിരത്തെ പറയും, ഇതാണ് തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പകരം. ദാർലുഹുദക്ക് 10-15 ലക്ഷം ഒരുമിച്ച് കൊടുത്തിരുന്ന ആൾ, അപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളെ ബഹുമാനപ്പെട്ട ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, കോട്ടക്കലുള്ള കുഞ്ഞാപ്പു ഹാജി അവറുകള്. വേറെ കുറെ ബിസിനസ്സുകാരും പണക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ കുടുങ്ങണ നേരത്തെ ഹാജിയരെ നാളത്തേക്കൊരു റോളിങ്ങിന് 20 ലക്ഷം റുപ്യ ദാർലുഹുദന്റെ അക്കൗണ്ട് ചിലപ്പോൾ ഉണ്ടാവും. ഹാജിയരെ ഇന്നെടുത്ത് നാളത്തെ ഇന്നത്തെ ഒരു സെറ്റിൽമെന്റിന് തരാൻ പറ്റുമോ? തരാൻ പറ്റൂല. ഇതാണ് ഹാജിയര്. ഇത് തരാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഇത് ദാർലുഹുദന്റെ സ്വത്താണ്. നിങ്ങൾ തന്നു തന്നെ ആയിരിക്കും ചിലപ്പം, പക്ഷെ ഇത് ദാർലുഹുദന്റെ, ഇത് പൊതു സ്വത്താണ്, ഇത് തരാൻ പറ്റൂല. അങ്ങനെ നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുള്ള യാസർ ഉദയുണ്ട്, അദ്ദേഹം ആലപ്പുഴയിലേക്ക് വേള വരാൻ പോയിട്ട് അവിടുത്തെ ആള് വലിയൊരു സംഖ്യ, എത്രയാണ് 60,000 ആണെന്ന് എന്റെ ഓർമ്മ, വലിയൊരു സംഖ്യ സംഭാവന കൊണ്ടുവന്നതാ. പിന്നെ മനസ്സിലായപ്പോൾ ലോട്ടറി കച്ചവടക്കാരനാണ്. ഈ പൈസ തിരിച്ചയച്ചു ഹാജിയര്, ലെറ്ററും കൊടുത്തു, വളരെ നന്ദി നിങ്ങളുടെ സംഭാവനയ്ക്ക്, എന്റെ കുട്ടികൾക്ക് ഹറാമിന്റെ പൈസ ഞാൻ തീറ്റിക്കൂല, അത് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. അന്ന് റമദാൻ അവിടെ തറാവീൽ ഇമാം വെക്കാൻ വേണ്ടി പോയപ്പോൾ പരിചയപ്പെട്ട ഒരു മുതലാളി അവിടുത്തെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആരപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം? പൈസ അല്ല, അള്ളാഹ് കിട്ടിക്കോട്ടെ, മുന്തി പോണ്ടെന്ന് ആരും അറിയണ്ടെന്നാ പറയാ അല്ലേ? ഹാജിർ കൊടുത്തയച്ചു, തിരിച്ചയച്ചു, വേണ്ടാന്ന്. എന്താളുതൊക്കെ പൈസ ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞ ഹാജിയർ വഫാത്താകുന്നവരെ ദാർലുഹുദയുടെ നിലനിൽപ്പ് അള്ളാഹുവിന് ഒരു അസ്ബാബ് വെക്കുമല്ലോ, ഒരു കാരണം വേണമല്ലോ. ഹാജിയാരുടെ വ്യക്തിബന്ധങ്ങളാണ് എല്ലാറ്റിനും. ഹാജിയാരുടെ ബന്ധങ്ങൾ. ഡോക്ടറായിരുന്നു, ഒരു അലോപ്പതി ചികിത്സിക്കും, ഹോമിയോ ചികിത്സിക്കും, നല്ല പ്രഗത്ഭനായ പണ്ഡിതനുമാണ്. അന്ന് ആൾക്കാർ പറഞ്ഞു, ഹാജിയർ എങ്ങനെ കാലം കഴിഞ്ഞാൽ ആര് വിളിച്ചാൽ ആരാ കേൾക്കുക, ആരാണ് ഇതിനൊക്കെ ഉത്തരം തരിക, ആരാണ് ദാർലുഹുദ നിലനിർത്തുക? ഒരു ദിവസം 1,00,000 രൂപ ഇപ്പൊ ചെലവുണ്ട്. ഒരു ദിവസത്തെ ചെലവ് 1,00,000 വരും. ഒരൊറ്റ ദിവസം 1000, 1200, 1300 വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കണ്ടേ? ഫ്രീ ആയിട്ടാണ് ദാർലുഹുദ പഠനം, 12 കൊല്ലം. അപ്പോ ഹാജിയർ പറഞ്ഞ ഒരൊറ്റ വാക്യത, വരുമാനം ഉണ്ടായാൽ പിന്നെ വരുമാനത്തെ ചൊല്ലി പ്രശ്നം വരും, പിന്നെ കണക്ക് കിട്ടാത്തതും കണക്ക് പോയതും അതിനെ ചൊല്ലി പ്രശ്നം വരും. നമുക്ക് ദാർലുഹുദക്ക് അത് വേണ്ട. ദാർലുഹുദനെ സ്നേഹിക്കുന്ന ആളുകൾ അന്ന് ദുബൈയിലും ഇവിടൊക്കെ ഹാജിയരും ബാബുട്ടിയാജിയൊക്കെ വന്നപ്പോ ഉസ്താദിനും ബാബുട്ടിയാജിക്കൊക്കെ ഒരുപാട് സംഭാവന ചെയ്ത ആളുകൾ സദസ്സിൽ കാണും. ചിലപ്പോ അള്ളാഹുദക്ക് നിന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾ ചെയ്തതിന്റെ ഫലം അവിടുത്തെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ലോകത്ത് എന്തെല്ലാം ദഅവത്ത് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മരിച്ചാൽ ഖബറിലും കിട്ടും. അള്ളാഹു എന്നും തരട്ടെ. ആമീൻ. ആ ഹാജിയാരുടെ കറാമത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാജിയാർ വഫാത്തായി 1 വർഷം തികയുന്നതിന്റെ മുമ്പ് മമ്പുറം മഖാമിന്റെ ഉത്തരവാദിത്വം ദാറുൽ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു വന്നത്. ഇതൊരു ചരിത്ര സത്യമാണ്. മഖാമ് വിലക്ക് ചോദിക്കാമെന്ന ആൾക്കാരുണ്ട് അവിടെ. ഞങ്ങൾക്ക് തരും, ഞങ്ങൾ ഏറ്റെടുക്കാം. മഖാം നടത്തുന്ന കുടുംബത്തോട് വില പറഞ്ഞവരുണ്ട്. ദാറുൽ ഞങ്ങൾ ഏൽപ്പിച്ചു. ഒരു ചെറിയ പ്രസവിച്ച് കുഞ്ഞുമായി വന്നൊരു സ്ത്രീ, ഒരു ബീവിത്തവരെ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാദുർ അവരുടെ സംഭവം പറയാറുണ്ട്. അവർ വരെ ഒപ്പിട്ട് കൊടുക്കുക, ഈ ദാറുൽ മമ്പുറം മഖാമിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കണം. അതിന് കിട്ടുന്ന വരുമാനം, അതിന്റെ കീഴ് നടക്കുന്ന മഹല്ലുകൾ, അതിന്റെ കീഴ് നടക്കുന്ന ഹിഫ്ദ് കോളേജ്, അതിന്റെ കീഴ് നടക്കുന്ന ദർസുകൾ, ഇതിനൊക്കെയുള്ള ചെലവ്, ഇതിന്റെ എല്ലാം അവിടുത്തെ വരുമാനം ദാറുൽ ഏറ്റെടുക്കുക. ചെലവുകളൊക്കെ ദാറുൽ ചെയ്യുക. മഖാമ് നിങ്ങൾ ഏറ്റെടുക്കണം. ആരാ പറയിപ്പിച്ചത്? ആരുമല്ല. ദാറുൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ദാറുൽ-ഹുദക്കെതിരെ 6 കൊല്ലത്തോളം കേസ് നടത്തിയ ആൾക്കാരുണ്ട്. മമ്പുറത്തുള്ള സമസ്തയുടെ മറുപക്ഷക്കാർ. എന്തിനെ നടത്തിയത് അനച്ച് ഭയങ്കര സങ്കടാണിത്. 6 വർഷത്തോളം കേസ് നടത്തി. എന്താ കേസെന്നറിയോ? ഞങ്ങൾക്ക് കിട്ടണം, കൊടുത്ത് ശരിയായിട്ടില്ല. ഒരു സ്ഥാപനം നടത്തി. ഇത് ബാപ്പുട്ടി ഹാജിയുടെ ഇഖ്ലാസ് കൊണ്ട് അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്. ഇന്ന് ദാറുൽ-ഹുദയുടെ വലിയൊരു ചെലവിന്റെ വലിയൊരു ഭാഗം അള്ളാഹു ചാല ആ വഴിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, റാഹത്തിൽ പോകുന്നുണ്ട്. പഴയ പോലത്തെ പിരിവുണ്ട്. ദാറുൽ-ഹുദന്റെ ഒരു റിസീവർമാർക്കും ഒരു കമ്മീഷനില്ലല്ലോ.
5 പൈസ കമ്മീഷൻ കിട്ടൂല ദാർൽഹുദക്ക്. 100 ഹാജിയാർ എപ്പോഴും പറയാം 100 രൂപ ഒരാൾ തന്നാൽ അത് ദാർൽഹുദക്ക് വേണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല അയാൾ 100 തന്നത്. അത് കമ്മീഷൻ പറ്റുന്ന ആൾ 60 എടുത്തിട്ട് 40 കൊടുക്കാനല്ലല്ലോ. അതുകൊണ്ട് വേണ്ട. ശമ്പളം വേണമെങ്കിൽ ശമ്പളം നിശ്ചയിച്ചു കൊടുക്കാം, കമ്മീഷൻ കൊടുക്കാൻ പാടില്ല. ഇത് അങ്ങനെ നടക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ കാണും. തുടങ്ങി വെച്ചത് ദാർൽഹുദയാണ്. ഇന്നും അങ്ങനെ ദാർൽഹുദക്ക് ശമ്പളം അത് ഈ റിസീവർമാരായിട്ട് എന്ത് കമ്മീഷൻ വാങ്ങുന്ന ഒരാൾ പോലും ലോകത്ത് ഒരിടത്തുമില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നിങ്ങൾ തരുന്നതെന്തോ അതുകൊണ്ട് എത്തിക്കിട്ടും. ഈ ഹാജിയാരുടെ ഈ ഒരു വലിയ ഒരു അവസ്ഥ, മനസ്സിന്റെ ആ ഒരു തവക്കുൽ ദാർൽഹുദയെ സ്നേഹിക്കുന്നവരുടെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇത് സ്ഥാപനത്തിന് ഏൽപ്പിക്കാൻ തോന്നിയത്? ആരാ തോന്നിപ്പിച്ചത്? ആരും പോയി ചോദിച്ചിട്ടില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആരും ചോദിച്ചതല്ല. വിലവേശാനും വിലക്കെട്ടാനും എന്ന ആളുകൾ ഉണ്ടായിരിക്കെ ദാർൽഹുദയെ ഏൽപ്പിക്കാൻ അള്ളാഹു തോന്നിപ്പിച്ചതാണ്. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. ബാപ്പുട്ടി ഹാജി അവറുകൾ വഫാത്താകുന്ന സമയത്ത് ഹാജിയാരെ എവിടെ മറവ് ചെയ്യണം? നാട്ടുകാരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ മഹല്ലത്തിലേക്ക്, ചെമ്മാട് മഹല്ലത്തിലേക്ക് വേണം. ഹാജിയാര് ഈ നാട്ടുകാരനല്ലേ, ചെമ്മാട് മഹല്ലത്തിന്റെ ജനറൽ സെക്രട്ടറിയും അതിന് ഒരുപാട് കാലം സേവനം ചെയ്ത വലിയ മഹാന. പക്ഷേ കുടുംബങ്ങളൊക്കെ ഹാജിയാരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ദാർൽഹുദക്കല്ലേ. സ്വന്തം സമ്പത്തും. ഹാജിയാരുടെ ഒരു കുട നിരച്ചു പോയിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ട്. ഒരു കുട ഹാജിയാരുടെ ജീവിതത്തിൽ അങ്ങനെ ഇവിടെ ഒരു കുപ്പായത്തിന് കുത്തുന്നൊരു മുട്ടുസൂചി ഉണ്ട്. ഹാജിയാർ പറഞ്ഞൊന്നൊരിക്കൽ എത്ര കൊല്ലം എന്ന് പറഞ്ഞ് 4-5 കൊല്ലം. ഹാജിയാരുടെ ഒരു വാച്ച് പറഞ്ഞു 12 കൊല്ലത്തെ പഴക്കം. ഹാജിയാരുടെ ഒരു മുട്ടുസൂചിക്ക് 6-7 കൊല്ലത്തെ പഴക്കം. ബഹുമാനപ്പെട്ട ഒരു കൊട വർഷങ്ങളോളം ദാർൽഹുദക്ക് മണ്ണിടണം. ഒരു തൊട്ടടുത്ത് പാലത്തിന്റെ അപ്പുറത്തേക്ക് എന്താ അതിന്റെ പേര്, പാറക്കടവ്. അവിടെ പാറക്കടവ് എന്തുണ്ട്, ഓട്ട് കമ്പനി ഉണ്ട്. അതിന് മണ്ണെടുത്ത് കുഴിയുള്ള സ്ഥലം. ഓരോ ലോഡ് വരുമ്പോഴും ഇവിടെ തട്ടണം ഇവിടെ തട്ടണം എന്ന് പറഞ്ഞ് ലോറിക്കാരുടെ പിന്നാലെ നടന്ന് വെയിൽ കൊണ്ടിട്ട് ഹാജിയാരും കൊടയും കറുത്തുപോയിട്ടുണ്ട്. ഹാജിയുടെ കൊട നിരച്ചു പോയിട്ടുണ്ട്. മഹാനായ ബാപ്പുട്ടി ഹാജി അവറുകൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാജിയാർ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാ കുട്ടികളൊക്കെ ഒന്ന് വരി. അന്ന് ഫസ്റ്റ് ഫ്ലോറിന്റെ വാർപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിന്റെ വാർപ്പ് നടന്നിട്ടില്ല. ഇതിന് മുമ്പാ ഹാജിയാർ പറഞ്ഞ് എല്ലാവരും വരി. എന്ത് ചെയ്യുക, ഈ ചെറിയ മെറ്റലുണ്ട് പറഞ്ഞു ഈ വാർപ്പിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, ഇത് കുട്ടികളൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പൊറുക്കിയെടുത്തിട്ട് ഒരു ചെറിയ കൂനയാക്കി വെച്ചാല് നമ്മളെ സൂപ്പിയാക്കിന്റെ ടീമൊക്കെ അതെടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളെ വാർപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് ഹാജിയാർ കണക്ക് പറഞ്ഞു. എത്ര 0.something പൈസ, 60 പൈസ എന്തോ, 0.something എന്തോ ഇതിന് ഒരു മെറ്റലിന് വില വരും. ഇത് സമുദായത്തിന്റെ പൈസയാണ്. ഇത് നശിപ്പിച്ചു പോകാൻ പാടില്ല. മണ്ണിലങ്ങ് അകപ്പെട്ട അത് നഷ്ടപ്പെടൂലേ. അതുകൊണ്ട് കുട്ടികളൊക്കെ ഒന്ന് അടിച്ചുകൂട്ടി 3 ദിവസം കളിയില്ലാതെ കുട്ടികൾക്ക് പണി ഇതായിരുന്നു. അതിലേക്ക് മെറ്റൽ വെള്ളമൊക്കെ അടിച്ചിട്ട് ക്ലീനാക്കിയിട്ട്. എന്തിന്? ഇത് സമൂഹത്തിൻ്റെതാണ്. ഇത് അള്ളാഹുവിന്റെ ദീനെ സ്നേഹിച്ച ആൾക്കാരെ തന്നതാണ്. ഇത് ദാർൽഹുദയ്ക്ക് വേണ്ടി തന്നതാണ്. മണ്ണിനടിയിൽ പോയാൽ ഇതിന് ഉത്തരവാദി ഞാനാണ്. അവിടുന്ന് ചായ കുടിക്കുമ്പോൾ ഹാജിയാർ പൈസ ഇടുമല്ലോ, അതിന് പെട്ടിയിൽ പൈസ ഇടും. അവിടുന്ന് ഒരു ചായ കുടിച്ചാൽ ഈ ചായ എനിക്ക് അള്ളാഹു അനുവദിക്കൂല. ഇത് ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾക്കും മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർക്കുള്ളതാണ്. എനിക്കിത് കുടിക്കാൻ അവകാശമില്ലല്ലോ. ഹാജിയാർക്ക് ചായ വേണം, നല്ല സ്ട്രോങ് ചായ വേണം. കുടിച്ചാൽ ഹാജിയാർ പൈസ ഇട്ടിട്ടേ പോവുള്ളൂ. ഇങ്ങനത്തെ ആളുകളാണ് ദാർൽഹുദയുടെ സമസ്തയുടെ ജമിയത്തുൽ ഉലമ. അവരൊക്കെയാണ് സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആശയം കൊണ്ടുവന്നതും നടപ്പിലാക്കിയതും. ഈ മഹത്തുക്കളാണ് ദീനീ സേവനത്തിന് സജ്ജരായ ആലിമീങ്ങളെ പടുത്തുയർത്താൻ ദാർൽഹുദയുടെ പിന്നണികളായി വർത്തിച്ചത്. ഹാജിയാരുടെ ഖബറിന്ന് ചെമ്മാടൊന്നല്ല, ദാർൽഹുദയുടെ തിരുമുറ്റത്താണ്. അവിടെ ഒരു ഖബർസ്ഥാനുമില്ല. ദാർൽഹുദയുടെ മുമ്പിൽ പള്ളിയുണ്ട്, 3 നില പള്ളിയുണ്ട്. ആ പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഒറ്റ ഖബറേ ഉള്ളൂ. അത് മഹാനായ ബാപ്പുട്ടി ഹാജി അവറുടേതാണ്. ഹൈദർ ഉസ്താദിന്റെ കിട്ടിയില്ല, പുതുപ്പറമ്പിലാണ്. ഹൈദർ ഉസ്താദിന്റെ അന്ന് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് മരിക്കുന്ന വഫാത്താനത്തിന് മുമ്പ് തന്നെ ഖബർ കുറിച്ച് വെച്ചിട്ടുണ്ട്. പുതുപ്പറമ്പിലേക്ക് അറിയായിരിക്കും. ആ വണ്ടിക്ക് വസയാത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ ഉസ്താദ് അടക്കം ചെന്നിട്ട് ആ ഖബറിന്റെ അവിടെ ഒക്കെ ഒന്ന് പുല്ലൊക്കെ വാരി വിളിക്കും. നിങ്ങളിങ്ങോട്ട് പേര് ഈ ഖബറിന്റെ അടുത്ത് പോയി നിന്നിട്ട് നിങ്ങൾ പേടിപ്പിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു കൊടുക്കും, നമ്മൾ പോയി കിടക്കാനുള്ള സ്ഥലമല്ലേ ആ ഖബറിലെ ഉസ്താദ് കിടക്കണതെന്ന്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്. കുറച്ച് ഉറപ്പുള്ള സ്ഥലം, പുതുപ്പറമ്പിലെ മണ്ണ് കുറച്ച് വെട്ടലൊക്കെ ഉള്ള സ്ഥലമാണ്. നേരത്തെ കുഴിച്ചു വെക്കണം. അത് ഉസ്താദ് എന്റെ ഖബറാന്ന് പറഞ്ഞ് കുഴിച്ചു വെച്ചതാണ്. ഇതിനൊക്കെ ധൈര്യമാണ്. നമ്മൾ ഖബർ ആലോചിക്കുമ്പോഴേക്കും ബോധം കിട്ടുപോകും അല്ലേ. സുബ്ഹാനല്ലാഹ്. ബാപ്പുട്ടി ഹാജി അവറുകൾക്ക് വേണ്ടി ദാർൽഹുദന്റെ മുമ്പിൽ ആ ഖബറുള്ളത്. എല്ലാ വിദ്യാർത്ഥികളും നിസ്കാരം ചെയ്യും. നമ്മളൊക്കെ ദാർൽഹുദക്ക് ചെല്ലുകയാണെങ്കിൽ ഒന്ന് അവിടെ ചെന്ന് ഫാത്തിഹ ഓതി ഒന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് ദാർൽഹുദക്ക് കിടക്കാൻ തോന്നുള്ളൂ. ഹാജിയാരാണ് അവിടെ കിടക്കുന്നത്. ആ പള്ളിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. എല്ലാ ദിവസവും ജുമുഅ പോലെയാണ് അവിടെ ചെന്നാൽ. സുബ്ഹാനല്ലാഹ്. ഇവരൊക്കെ ഇറങ്ങുമ്പോഴുള്ള സ്വലാത്തും ആ ഒരു സലാമും അള്ളാന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാന്റെ രക്ഷയും റഹ്മത്തും ഉണ്ടാവട്ടെ എന്ന്
വളരെ പിഞ്ചു പൈതങ്ങളടക്കമുള്ള മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അവർക്ക് കിട്ടുകയാണ്. അതൊക്കെ വലിയ മഹാഭാഗ്യല്ലേ, വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു അനുഭവം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖാണെന്ന് നമ്മൾ പറയാം. തൗഫീഖാണെന്ന്. ഇപ്പോൾ മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുള്ള UAE സ്ഥാപക പ്രസിഡന്റ്, മസ്ജിദ് ഷെയ്ഖ് സായിദിൽ അവരുടെ ആ ഒരു ഖബർ അവിടെ എത്തിയത് അദ്ദേഹത്തിന് കിട്ടിയൊരു തൗഫീഖാണ്. നമ്മൾ മനസ്സിലാക്കണം, വലിയൊരു തൗഫീഖുണ്ടായ മനുഷ്യനാണ് അദ്ദേഹം. ഇതൊരു തൗഫീഖാണ്. ജന്നത്തുൽ ബഖീയിലും ജന്നത്തുൽ മുഅല്ലയിലും, മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലും മദീനത്തെ ജന്നത്തുൽ ബഖീയിലും ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന, അവിടെ കടന്നാൽ അവിടെ കഴിഞ്ഞ രാജാക്കന്മാർക്ക് പോലും അവിടെ കടക്കാൻ ഭാഗ്യമുണ്ടായില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. എത്രയോ മഹാനായ ബാഫക്കി തങ്ങളവിടെ കിടക്കണില്ലേ? സുബ്ഹാനല്ലാഹ്, വലിയ ഭാഗ്യല്ലേ. അവിടുത്തെ മുൻ ഭരണാധികാരി, രാജാക്കന്മാർക്ക് പ്രത്യേകമായ ഒരു ഖബർസ്ഥാനം കുറേ ദൂരം ഹറമിന്റെ പുറത്താണെന്ന. എന്തേ അവർക്ക് തൗഫീഖിന്റെ വിഷയമാണ്. തൗഫീഖില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞ് ജന്നത്ത് വക്കീൽ ആരാ രാജാവിന് കൊടുക്കൂലേ? കഴിഞ്ഞു പോയ രാജാവ് കിട്ടേണ്ടതല്ലേ? മദീനയിലോ മക്കത്തോ? കിട്ടിയിട്ടില്ല. ഷഹീദാദ് അവരോട് കൂടെ കിട്ടി. അവിടെ വരുന്നവരൊക്കെ സലാം പറയുന്നു, അവിടുത്തെ ദുആ കിട്ടുന്നു, ആ മഹാനുഭാവനെ സ്മരിക്കുന്നു. ഇതൊരു തൗഫീഖാണ്. വബ്ദി ഹാജി ദാലൂദിന്റെ മുമ്പിൽ കിടക്കാനുള്ള ഭാഗ്യമുണ്ട്. പള്ളിക്കാട്ടിലാണെങ്കിൽ ചിലപ്പോ സിയാറത്തിനായിട്ട് പോകണം. ഇത് എന്നും സിയാറത്ത്, എന്നും പ്രാർത്ഥന, എന്നും ഒരുപാട് കുട്ടികളുടെ ഫാത്തിഹയൊക്കെ കിട്ടിക്കൂടി. എന്ത് കിട്ടാൻ കാരണം എന്നറിയോ? അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ചവരാ, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചവരാ. ബാപ്പുട്ടി ഹാജറെ സംബന്ധിച്ച് ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഒറ്റ കാര്യം കൂടെ. സമസ്തയിലെ പിളർപ്പുണ്ടായ സമയത്ത് സ്വന്തം ഡീസൽ ഉപയോഗിച്ച് ആചരിക്കൊരു മറ്റേ കാറുണ്ട്, അംബാസഡർ കാർ. ആ കമ്പനി ഒന്ന് പൂട്ടിയെന്ന് കേട്ടത്. ഏതൊരു വിഷയം അപ്ഗ്രേഡ് ചെയ്യണമെന്നാണല്ലോ. അപ്ഗ്രേഡ് ചെയ്യാത്തതുകൊണ്ട് അത് പുതിയ വേർഷൻ ഇറക്കാൻ പൂട്ടിപ്പോയി. അങ്ങനെയാണല്ലേ? സ്പെയർ പാർട്സ് ഒന്നും കിട്ടാനില്ല എന്നാ പറഞ്ഞത്. ആചാര്യക്കൊരു അംബാസഡർ കാറുണ്ട്. നമ്മുടെ അബു ആയിരുന്ന ഡ്രൈവർ അല്ലേ, നമ്മുടെ ജമാഅത്തുകാരനായ അബു ആചാര്യെ കൂട്ടിയിട്ട് എത്രയോ ദിവസങ്ങളും രാവും പകലുമില്ലാതെ ഈ പിളർപ്പിന് കാരണക്കാരായ ആളുകളുടെ പുരക്ക് ചെന്നിട്ട് സമസ്തയിലേക്ക് തിരിച്ചു വരണമെന്ന് കണ്ണുനീര് വാർത്ത ആചാര്യ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പൈസ ചെലവാക്കിയിട്ട് 4 വർഷത്തോളം നിരന്തരമായ ശ്രമം നടത്തിയിട്ടുണ്ട് ആചാര്യ. നിങ്ങൾ നന്നാവണ സമൂഹം ഭിന്നിക്കാണ് കേട്ടോ, ഇത് നിങ്ങൾ ഉണ്ടാക്കരുത്. നമ്മൾ അള്ളാന്റെ അഹ്ലുസുന്ന ജമാഅത്തിന്റെ ആൾക്കാരല്ലേ, നിങ്ങൾ തിരിച്ചു വരണം, തെറ്റ് മറക്കണം, തിരിച്ചു വരും എന്ന് പിന്നാലെ നടന്ന് 4 വർഷത്തോളം ഹാജിയർ സ്വന്തം അധ്വാനത്തിൽ, സ്വന്തം ആരും പറഞ്ഞിട്ടില്ല, ഹാജിയർക്ക് തോന്നിയത് ചെയ്യേണ്ട ഒരു ദൗത്യമാണ്. എന്നിട്ട് അവരിൽ നിന്നൊരു പോസിറ്റീവ് റിപ്ലൈ ഇല്ല എന്ന് കണ്ടപ്പോഴാണ് അത്തരക്കാരായ ഒരു കുട്ടികളും ഈ സ്ഥാപനത്തിൽ പഠിക്കരുത് എന്ന് തീരുമാനമെടുത്തത്. ദാലൂദിന്റെ ബൈലമാണത്. വേണ്ട, ഇങ്ങനെ ഒരു പിളർപ്പിന് വകവെച്ച ആളുകളുടെ മക്കൾ നിങ്ങളുടെ സമൂഹത്തിൽ, എന്റെ സ്ഥാപനത്തിൽ പഠിക്കരുത് എന്ന്. എന്തേ? അവർ നന്മ ഉദ്ദേശിച്ചവരല്ല എന്ന്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഹാജിയരുടെ അനുഭവമാണ് ഈ പറഞ്ഞത്. ഹാജിയർ സ്വന്തമായി ചെയ്ത അനുഭവം. ഹാജിയരുടെ ഡ്രൈവറുണ്ട്, ജീവിച്ചിരിപ്പുള്ള. അപ്പൊ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോ സമൂഹത്തിൽ നന്മ വേണമെന്ന് കൊതിച്ചവരെ ഇവരൊക്കെ ഒന്നുണ്ടായിട്ട് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുള്ളവർക്ക്, ഒരുപാട് സാമ്പത്തികമായ നഷ്ടം. പക്ഷെ അള്ളാഹുക്ക് വേണ്ടി സഹിച്ചവരാണ്, റബ്ബിന് വേണ്ടി സഹിച്ചവരെ. ഈ സമൂഹം തളർന്നു പോകരുത്, ഈ സമൂഹത്തിന് തകർച്ച വരരുത്, ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ അത്യധ്വാനം ചെയ്ത മഹാന്മാർ. നാളെ ദീനിനെ സംരക്ഷിക്കാൻ ആളുകൾ എപ്പോഴും പറയും, നമുക്ക് സ്വപ്നം കാണാലോ, സ്വപ്നം കാണാലോ. ദാൽഹുദയിലെ വിദ്യാർത്ഥികൾ എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദഅവത്ത് ചെയ്ത് ദീൻ ഉഷാറാവണം, അള്ളാഹിന്റെ ദീൻ നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ മക്കൾ, കേരളത്തിന്റെ മക്കൾ ചെന്നിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദഅവത്ത് ചെയ്യണം. നമുക്ക് സ്വപ്നം കണ്ടൂടെ? അജര് അന്നേ പറഞ്ഞ വീഡിയോയിൽ കണ്ടോന്നറിയില്ല അല്ലേ? യൂറോപ്പിലും ആഫ്രിക്കയിൽ നിന്നൊക്കെ മക്കൾ ദാൽഹുദയിൽ വന്ന് പഠിക്കണം. അജര് ഉദ്ദേശം ഇപ്പൊ ദാൽഹുദ യൂണിവേഴ്സിറ്റി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ അന്ന് പ്രഖ്യാപിച്ചു. ദാൽഹുദ ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റിയിൽ അംഗമായി. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പ്രഖ്യാപനം കഴിഞ്ഞു. തങ്ങൾ വഫാത്തായി. നോക്കണം, ആ ഒരു തിരുനാവ് കൊണ്ടുള്ള പ്രഖ്യാപനം കഴിഞ്ഞതിന്റെ ശേഷമാണ് തങ്ങൾ അള്ളാഹു കൊണ്ടുപോകുന്നത്. യാ അള്ളാഹ്, ആ സ്ഥാപനം ഇനി ഇതിന്റെ വളർച്ചയിലേക്ക് മുന്നോട്ട് ചെന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിക് തിയോളജിയും ഫിലോസഫിയും പഠിക്കാൻ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുന്ന അവസ്ഥയിലേക്ക് വരാൻ ഇനി ദൂരം അധികമില്ല. ആചാര്യരുടെ സ്വപ്നം നമുക്ക് സ്വപ്നം കണ്ടുകൂടെ? നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ കേരളത്തിന്റെ തനിമയിൽ നിന്ന് ദീൻ പഠിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാകില്ലേ? നമുക്ക് സ്വപ്നം കണ്ടുകൂടെ? അജര് അന്നൊക്കെ ഞങ്ങൾക്ക് നിരന്തരമായ ഉത്ബോധനങ്ങൾ തരും. അജര് ഉദ്ദേശം തന്നെ ഒരു ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ പൈലറ്റിന് അറ്റാക്ക് ചെയ്യുന്ന കണ്ടാൽ ആ ചെയറിലേക്ക് കയറിരുന്ന് ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റുന്നവരാകണം ഹുദവികളെന്ന്. അന്ന് പേര് വന്നിട്ടില്ല. നമ്മുടെ മക്കളെന്ന് ബഹുമാനപ്പെട്ട ആചാര്യൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്.
അതുവരെ കഴിയണം. നീന്തം പഠിപ്പിക്കാറുണ്ട്, നല്ലത് നീന്തം പഠിപ്പിക്കും. കുറച്ച് അത്യാവശ്യമൊക്കെ കരാട്ടയും കളരിന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് അങ്ങനെ ഒരു ഫിസിക്കൽ സയൻസ് അതും പഠിപ്പിക്കും. പിന്നെ പ്രസംഗ പരിശീലനം, പിന്നെ ഭാഷകള്, കമ്പ്യൂട്ടറും ഇംഗ്ലീഷും സയൻസും മാത്സും എല്ലാം അതും ഇതൊക്കെ നൽകിയിട്ട് സർവ്വ സ്കില്ലും വേണം. നാഗരികത എല്ലാം പഠിക്കണം. ഇന്നത്തെ പണ്ഡിതൻ എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. അങ്ങനത്തെ ഒരു പണ്ഡിത സമൂഹത്തെ സ്വപ്നം കണ്ട മഹാനാണ്. അള്ളാഹു തആല അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ച് അവരുടെ ഖൽബിനുള്ളിൽ അള്ളാഹു കൊടുത്ത ഇഖ്ലാസ് ഉണ്ട്. ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം നമ്മളിപ്പോൾ മനസ്സിലാക്കണം. നമ്മുടെ കൺസേൺ, ഞാൻ അവസാനിപ്പിക്കുക, നമ്മുടെ ലക്ഷ്യം എന്റെ കുട്ടികൾ, എന്റെ ഭാര്യ, നമ്മൾ അത്ര ചിന്തിക്കുള്ളൂ. ഞാൻ എന്റെ കുട്ടികളെന്നേ ചിന്തിക്കുള്ളൂ. ചില ആൾക്കാർ ഒന്നുകൂടെ ഞാൻ എന്റെ കുട്ടികളും എന്റെ ഉമ്മയും വാപ്പിയും ഓലെയും കൂടെ നോക്കണം. ചിലർ അതും കൂടെ എന്റെ എളാപ്പാന്റെ കുട്ടികൾക്ക് സുഖമില്ല റബ്ബേ അവരും കൂടെ ഞാൻ നോക്കണം. ചിലർ ഒന്നുകൂടെ അപ്പുറത്തേക്ക് നമ്മുടെ അയൽപക്കത്തുള്ള ആ ഒരു താത്ത വിഷമിച്ച് കട ഒറ്റക്കല്ലേ ആ എത്തിക്കുട്ടി അവരും കൂടെ നോക്കണം. ചിലർ ഒന്നുകൂടെ അപ്പുറത്തേക്ക് എന്റെ മഹല്ലിനെ ഒന്ന് നന്നാക്കണ്ടേ. ചിലർ ഒന്നുകൂടെ റബ്ബിന്റെ പഞ്ചായത്ത്, കുറച്ചോനെന്റെ ജില്ലക്കാർ, എന്റെ സംസ്ഥാനക്കാർ, എന്റെ രാജ്യക്കാർ, ഈ ഉമ്മത്തിലെ മുഴുവൻ അംഗങ്ങളും. അങ്ങനെ ഉമ്മത്തിനെ പറ്റി ചിന്തിക്കുന്നവർ അമ്പിയാക്കന്മാർ. ആലമീങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു തആല ഉമ്മത്തിനെ കുറിച്ചുള്ള ബോധം കൊടുക്കും. അല്ലെങ്കിൽ ആരാ ഇതൊക്കെ ചെയ്യാം? ആചാര്യ കുട്ടികൾ, ആചാര്യക്ക് നല്ല 1-ാം നമ്പർ ആൺമക്കളുണ്ട്. 6 എത്ര ആൺമക്കളാണ് ആചാര്യക്കുള്ളത്? 6-7 ആൺമക്കളുണ്ട്. അത്ര തന്നെ പെൺമക്കളുണ്ട്. വലിയ കുടുംബത്തിന്റെ നാഥന. ജീവിച്ചു പോകാൻ ആചാര്യക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ആചാര്യ ഈ സമൂഹത്തെ പറ്റി ആലോചിച്ചു. അതാണ് എന്റെ ഉമ്മത്ത്, ഈ സമൂഹത്തെ നാളെ കൈപിടിക്കാൻ ആള് വേണമല്ലോ. അങ്ങനെ ചിന്ത അള്ളാഹു മനസ്സിൽ കൊടുത്തത് അള്ളാഹു തആല ഈ സമൂഹത്തിൽ തെരഞ്ഞെടുക്കുന്ന സ്വഫൂത്തുകളുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. അതിൽ ബഹുമാനപ്പെട്ടവർ അള്ളാഹു നിശ്ചയിച്ചു എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്. കഷ്ടപ്പെട്ടുകൊണ്ടാണ് വളർത്തിയത്. മുഅ്മിനീങ്ങൾ ഒരൊറ്റ കാര്യം, ദാൽഹുദയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹുദവി സുഹൃത്തുക്കൾ നടത്തുന്ന എല്ലാ സംരംഭങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് പൈസ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ മുതലാളിമാരായ ആളുകളോ ഗഫീലുമാരോ ബിസിനസ്സുകാരൊക്കെ ഉള്ളവരോട് ഈ വിഷയം ഇപ്പം നമ്മളിവിടെ കണ്ട സ്ലൈഡില് അത് വലിയൊരു പദ്ധതിയാണ്. 50-ലേറെ എത്ര മദ്രസയും 70ഓളം മദ്രസ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ പഠിപ്പിക്കുന്ന ഹുദവി സുഹൃത്തുക്കൾക്ക് അവരുടെ സാലറിയും അവരുടെ മറ്റു കാര്യങ്ങളും മറ്റു ചെലവും ഒക്കെ ബഹുഭൂരിപക്ഷവും വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഹുദവി സുഹൃത്തുക്കളാണ്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ നമ്മുടെ പാണക്കാട് നമ്മുടെ വലിയൊരു സംരംഭം വരാൻ, സിപ്പറ്റ് എന്റെ പേരിട്ടത് നമ്മുടെ സെന്റർ ഫോർ എക്സലൻസ്, ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ കാർമ്മികത്വത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെന്ന ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ ഡി അഡിക്ഷൻ സെന്റർ അടക്കമുള്ള കള്ളുടിയെന്ന് മോചിപ്പിക്കാനും, അതുപോലെ തന്നെ പാരന്റിങ്, റിമോട്ട് പാരന്റിങ്, മക്കളെ വളർത്തേണ്ട ശ്രമിച്ചു കൊടുക്കാൻ, കരിയർ ഗൈഡൻസ്, സൈക്കോളജി ക്ലാസുകൾ, പ്രീ മാരിറ്റൽ ക്ലാസുകൾ, പോസ്റ്റ് മാരിറ്റൽ ക്ലാസുകൾ, ഇതൊക്കെ ചെയ്ത് സമൂഹത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുവരാനുള്ള വലിയൊരു സംരംഭം നമ്മുടെ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സ്ഥലം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ പദ്ധതികളൊക്കെ ഇത് മുന്നോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ദാർഹുദയിലുണ്ട് സൈദലവി ഹാജി, വലിയ പാവമായൊരു മനുഷ്യനാണ്. പ്രായം ഇപ്പോൾ അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. പച്ച പാവമായൊരു മുഅ്മിനായ മനുഷ്യൻ. ആചാര്യ ചോദിച്ചു, അല്ല തങ്ങൾ പാപ്പ നിങ്ങൾ എന്തിനത് ഇതിവിടെ ദാർലുദിൽ ഇച്ചിരി നടത്തിയാൽ പോരെ, ഇതിനിപ്പോൾ പാണക്കാട് സ്ഥലമെടുക്കേണ്ട വലിയ ആവശ്യമുണ്ടോ, നമുക്ക് ഇവിടെ നിന്നാണ് ചെയ്താൽ പോരെ, ദാർലുദിലെ കുട്ടികളൊക്കെ അവിടെ ഇല്ലേ? ഈ ഡി അഡിക്ഷൻ സെന്റർ എന്നൊക്കെ പറഞ്ഞവർക്ക് അറിയില്ലല്ലോ. റഷീദ് അലി ഷേഖ് നമ്മൾ കഴിഞ്ഞ റമദാനിലാണ് അതിന്റെ ഒരു കാര്യമായൊരു ലോഞ്ചിങ് കാഞ്ഞങ്ങാട് വെച്ച് നടന്നു. അവിടുത്തെ വ്യാപാരി ഭവൻ വെച്ചിട്ട് അവിടുത്തെ കുറച്ച് പ്രമാണിമാരൊക്കെ വിളിച്ചുകൂട്ടി തങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തെ സംസാരിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. വേറെ ഒരുപാട് ഉദ്യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയം തങ്ങളാണ് ആ വിഷയം അവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. അതിന് പരിപാടി നടന്നു. അപ്പോ ഈ ഡി അഡിക്ഷൻ സെന്റർ എന്നൊക്കെ പറഞ്ഞു സൈദുൽ ഹാജിയെ പോലെയുള്ള സാധാരണക്കാരനായ ഒരു നല്ല മനുഷ്യനാണ്. എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഡി അഡിക്ഷൻ സെന്ററൊക്കെ ഇപ്പോ പൊന്നാരാജരെ കള്ളുടിച്ച് വരുന്ന ആൾക്കാരൊക്കെ നന്നാക്കാനുള്ള പരിപാടി. ദാർലുദ ക്യാമ്പസ് കള്ളുടിയന്മാരെ കൊണ്ടുവരാൻ പറ്റൂലല്ലോ, അത് നമുക്ക് വേറെ സ്ഥലം തന്നെ വേണ്ടേ, അതുകൊണ്ടത് അങ്ങോട്ടാക്കിയതെന്ന് പറഞ്ഞു. കള്ളുടിയന്മാരൊക്കെ നന്നാക്കണമെങ്കിൽ അപ്പോ അതുപോ വലിയ ബൃഹത്തായ പദ്ധതിയാണ്. പിന്നെ ദാർലുദ നടത്തുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ മദ്രസകളുടെ ഒക്കെ കൺട്രോളിംഗ് ആസ്ഥാനമായിട്ടാണ് ഈ സ്ഥാപനം വരാൻ പോകുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് വഴിയെ നിങ്ങൾക്ക് ആഖിറത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റാണ്. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആഖിറത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്. ദുനിയാവിൽ നമുക്ക് ഒന്നും കിട്ടില്ല എന്ന് വരും. ഒന്നും അതിൽ ഒരു ഷെയർ ഹോൾഡറും ഇല്ല, അതിലൊന്നും കിട്ടും, ലാഭം കിട്ടാനില്ല. ആഖിറത്തിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ അത്രയും വിഷയങ്ങൾ വരുമ്പോഴേ
നിങ്ങളോട് പൈസ ചോദിക്കല്ല, അത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും വലിയ വിഷയം നമ്മളൊരു വലിയൊരു ബിസിനസ് മീറ്റ് വിളിച്ചാൽ നമ്മൾ വരാനുള്ളത് നമ്മൾ സാധുക്കളായ ആൾക്കാരെ വരിക, എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ദീനിനോട് ഹബ്ബുള്ള ആൾക്കാരെ വരുന്നത്. അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് വേണ്ടത് പൈസക്കാരായ ആൾക്കാർക്ക് ആഖിറം വാങ്ങാൻ അവസരം ഉണ്ടായി കൊടുക്കണം. അത് നമ്മുടെ കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അവരിലേക്ക് മെസ്സേജ് എത്തി. ഇപ്പോഴല്ല ഇന്ന് അതിന് ഒരു സംഭവമില്ല, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ടേ. വഴിയെ ഇൻഷാ അല്ലാഹ് വിഷയങ്ങളുമായിട്ടൊക്കെ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാദൂർ ഉസ്താദൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളൊക്കെ സഹകരണം വേണം. ഒന്നുമില്ല, ഇത്തരം പദ്ധതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പം തരും. എന്തെങ്കിലും നമ്മൾ കഴിവുള്ള പ്രമാണിമാരെ ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എന്തെങ്കിലും ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരവസരം ഉണ്ടായി കൊടുക്കും. ഈ പദ്ധതി വിജയിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾ നടത്തുന്ന ഈ മദ്രസ പ്രസ്ഥാനം ഇതൊക്കെ വല്ല ഖൈറിലാക്കി അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഭയങ്കര ത്യാഗമാണ്. കണ്ടില്ല നിങ്ങൾ അവിടുത്തെ അവസ്ഥയൊക്കെ എന്താണ് ആ ഒരു സ്ട്രീറ്റും അവിടുത്തെ പോരെ, അവിടുത്തെ വാഹനം, അവിടുത്തെ മനുഷ്യന്മാരും കുട്ടികളൊക്കെ. ഈ ഭൂമി തന്നെയാണോ ഇതൊക്കെ എന്നൊക്കെ തോന്നിപ്പോവാണ്. ഇതിപ്പോ ശരിക്കും പച്ച ഡ്രോയിങ്ങിൽ വരച്ചതല്ലോ, ശരിക്കും പിക്ചറല്ലേ. അപ്പൊ നമ്മളൊക്കെ എത്ര വലിയ അനുഗ്രഹത്തിലാണ്. അവിടെ ജോലി ചെയ്യുന്ന ഹുദവി സുഹൃത്തുക്കൾ, അവർക്ക് ഇപ്പോൾ ഗൾഫിൽ ജോലി കിട്ടാഞ്ഞിട്ടല്ല, അവർ യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അള്ളാഹു ചില ആളുകളെ ചിലതിന് തസ്ഖീർ ചെയ്യാന്ന് പറയും. ചില ആളുകളെ പടച്ചോൻ അതിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവരത് ഏറ്റെടുത്ത് നടത്തുക. ഇത് അള്ളാഹുവിന്റെ ഒരു തീരുമാനം. നമ്മൾ ആരും ദീനിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അള്ളാഹു ഇറക്കുന്നതാണ്. ദീൻ പ്രചരിപ്പിക്കുന്ന നമ്മളെ കൊണ്ടാണ് ദീൻ എന്നത് അങ്ങനെ ആരും വിചാരിക്കരുത്. നമ്മളെ കൊണ്ടൊന്നല്ല. അള്ളാഹു ചില ടൂളുകളായിട്ട് ഉപകരണങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കും. ടൈം കഴിഞ്ഞ് അള്ളാഹു തല വേറെ ആളെ കൊണ്ട് റീപ്ലേസ് ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് കണ്ടാൽ. അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കാൻ ആളുകൾ ഇവിടെ ഉണ്ടാവും. ഇത് ദീനിന്റെ പറ്റി ദീനിനെ ഞാൻ നിലനിർത്തുമെന്ന അള്ളാഹുവിന്റെ വാക്കിന്റെ അടിസ്ഥാനവും ഇതാണ്. ആ രീതി ഇതാണ്. അള്ളാഹു ചില ആൾക്കാരുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അവിടെ കരണ്ടും വെളിച്ചവും ഒരു വാഹനം കൂടെ ഇല്ലാതെയാണ് അവിടെ ഓടിച്ചാടി നടന്ന് പൊടിയും മണ്ണും ചെളിയും ഒക്കെ വെള്ളപ്പൊക്കമുള്ള സ്ഥലത്തൊക്കെയാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയും അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. ആ വിഷയത്തിലേക്കൊക്കെ നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ സദസ്സിൽ സാന്ദർഭികമായി നിങ്ങളോട് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ചതുർസ് ഉസ്താദും മഹാനായ ബാബുട്ടി ഹാജി അവറുകളും നമ്മുടെ സമസ്തയുടെ മഹാന്മാരായ ഒരുപാട് ഉസ്താദന്മാർ, ആലിമ്യങ്ങൾ, കെ ഹസ്രത്ത് ഉസ്താദ്, കെ ടി മാനുസ്ലിയാർ, ബഹുമാനപ്പെട്ട കെ വി ഉസ്താദുകൾ, ഹംസുലും, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദുകൾ, ഒരുപാട് മഹത്തുക്കൾ, പച്ചപ്പാവങ്ങളാണ്. ഇവരൊക്കെ കഴിഞ്ഞുപോയി. ഇവരൊക്കെ നല്ലൊരു മാർഗം വെട്ടിത്തെളിച്ചു പോയി. നമ്മൾ ആ വഴിക്കുന്നു. നമ്മൾ ഈ പരിവർത്തനം ആവശ്യമാണ്, നവോത്ഥാനം വേണമെന്നൊക്കെ അതൊരു നല്ല ചിന്താഗതിയാണ്. പക്ഷെ ആയിനെ ഇഖ്ബാലിന്റെ ഒരു രസകരമായ കവിത, ആയിനെ നൗസെഡർന, ഈ പുതിയ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ ഒന്ന് പേടിക്കുകയും ഉടന ആ പഴയ രീതിയിൽ നമ്മുടെ ഉലമ കാണിച്ചെന്ന പഴയ ആ രീതിയിൽ കഴിഞ്ഞു പോവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ മൻസിൽ യഹി കഠിൻ ഹെ ഖൗമി കി സിന്ദഗീമെ, ഒരു സമൂഹത്തിന് പ്രയാസമുള്ള വിഷയമാണത്. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പഴമയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് വലിയ ഭാരം തോന്നും. എന്തായി നടക്കാൻ പോകാത്ത കാര്യമാണ് അപ്പോൾ പ്രസംഗിക്കുന്നത്. അല്ല, അത് ഭയങ്കര പ്രയാസമാണ്. പക്ഷേ അതിലാണ് നന്മയുള്ളത്. നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ജയിച്ചോ അതുകൊണ്ട് പിൻഗാമികൾക്കും ജയിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു നമ്മെ ഹിദായത്തിലും സന്മാർഗത്തിലും നേർമാർഗത്തിലും അള്ളാഹു ആക്കിത്തരട്ടെ. അള്ളാഹു തആല നമ്മുടെ മഹത്തുക്കളായ ഉലമാഇന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും റബ്ബ് കൊടുക്കട്ടെ. ഫിത്നക്കാരും നാവിൽ തെറി പറയുകയും ആക്ഷേപം ചെയ്യുകയും ചെയ്യുന്ന നാവുകളിൽ നിന്ന് അള്ളാഹു അവരെ നമ്മൊക്കെ റബ്ബ് കാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാൻ ആ പന്ഥാവിൽ സമസ്തകളുടെ ജമിഅത്തുൽ ഉലമ കാണിച്ചെന്ന മഹത്തായ ആലിമീങ്ങളുടെ പാരമ്പര്യത്തിൽ ആ ഒരു ലെഗസി ഏറ്റെടുത്ത് ജീവിതത്തിൽ നന്മ കൊണ്ടുവന്ന് സമൂഹത്തിന് നന്മ പ്രതീക്ഷിച്ച് ദഅവത്ത് ചെയ്ത് നന്മ പഠിപ്പിച്ചു കൊടുത്ത് നന്മയിലായി ജീവിച്ച് അവസാനം ഖാത്തിമത്തും ആഖിബത്തും നന്നായി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാം നമ്മുടെ മാതാപിതാക്കളും സാധുമാ ഗുരുനാഥന്മാർ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നൽകട്ടെ. എല്ലാ തെറ്റുപറ്റിയവർക്ക് തിരുത്താനും പഴിച്ചുപോയവർക്ക് തിരിച്ചു വരാനും ഹിദായത്തില്ലാത്ത അമുസ്ലിമീങ്ങൾക്ക് ഹിദായത്തിലേക്ക് വരാനും സർവ്വ മനുഷ്യർക്കും റബ്ബിന്റെ കാരുണ്യം കിട്ടി അനുഗ്രഹിക്കാനും റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.